ഇന്ന് ആൾക്കാർ തെരഞ്ഞെടുപ്പിന് വോട്ടിങ്ങിൽ ബൂത്തിലേക്ക് പോയി കഴിഞ്ഞാൽ UDF ഒരു ക്ലിയർ അപ്പർ ഹാൻഡ് ഉണ്ടെന്നാണ് എൻ്റെ തോന്നുന്നത്. വിത്ത് നോ ഡിസ്റെസ്പെക്ട് ടു എനിബഡി, UDF ആണ് വരുന്നത് എങ്കിൽ ഞാൻ കാണുന്ന മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയും ആഭ്യന്തരമന്ത്രി VD സതീശനും. നെഹ്റുവിയൻ പൊളിറ്റിക്സിനെ അഡ്മയർ ചെയ്യുന്ന ശശി തരൂറിന് എന്നെങ്കിലും BJP-യിലേക്ക് വരാൻ സാധിക്കുമോ? പിണറായി വിജയൻ ചിരിച്ചു കാണുക എന്ന് പറയുന്നതൊരു സ്വാഭാവികതയല്ല. ഇതെല്ലാം ഉണ്ടായതിനു ശേഷവും 10 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സാധ്യതകളെ പൂർണ്ണമായിട്ട് ആരും തള്ളിപ്പറയുന്നില്ല എന്ന് പറയുമ്പോൾ എവിടെയൊക്കെയോ ആൾക്കാരെ ടച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹവും ചെയ്തിട്ടുണ്ടോ. എന്നായിരിക്കും കേരളത്തിൽ BJP അധികാരത്തിൽ വരുന്നത്? സത്യത്തിൽ നിലവിൽ വരുന്നൊരു പാറ്റേൺ ആര് ഭരിക്കണമെന്നല്ല, ആരിനി ഭരിക്കണ്ട എന്നൊരു തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടക്കുന്നത്. സുരേഷ് ഗോപി ആയതുകൊണ്ടാണ് ജയിച്ചത്, ശരിയാണ്. പക്ഷേ സുരേഷ് ഗോപി നടനായതുകൊണ്ടാണ് ജയിച്ചതെങ്കിൽ മുമ്പത്തെ ഇലക്ഷനുകളിൽ നിന്നപ്പോൾ ജയിക്കണമായിരുന്നു. BJP രാഷ്ട്രീയം പറയുമ്പോൾ ശരിക്കും ഒരു വികസനത്തിൻ്റെ രാഷ്ട്രീയമാണോ പറയേണ്ടത്, അല്ല അവരുടെ ഒരു ഹിന്ദുത്വ ഐഡിയോളജി രാഷ്ട്രീയമാണോ കേരളത്തിൽ പറയേണ്ടത്? അവർ ഇന്ത്യയിൽ എവിടെയൊക്കെ വളർന്നിട്ടുണ്ടോ അവിടെ എല്ലാം അവർ സത്യത്തിൽ വളർന്നിരിക്കുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയം പറഞ്ഞിട്ടാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് ഏറ്റവും പ്രധാനം. അത് നമ്മളിങ്ങനെ വെറുതെ ഉയർത്തി കാണിച്ച പോരാ, തുറന്ന് വല്ലപ്പോഴും വായിക്കുകയും കൂടെ. പക്ഷേ ഒരു ജനാധിപത്യ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം വേണം. അപ്പോൾ നമുക്ക് BJP വേണം, നമുക്ക് കോൺഗ്രസും വേണം, ലീഗും വേണം, മറ്റവർ വേണം, മറിച്ചവർ വേണം, എല്ലാവരും വേണം. പിന്നെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാനൊന്നും ഞാനില്ല. പക്ഷേ അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ഞാൻ പറഞ്ഞത് ഇന്ത്യയുടെ ഒരു 10 റഫാൽ പോയി എന്ന് വെച്ചു. സോ വാട്ട്? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? എന്തുകൊണ്ട് നമ്മൾ നടത്തിയ ഈ ശബരിമല എന്നുള്ള വിഷയത്തെ, സ്ത്രീ പ്രവേശനം എന്നുള്ള വിഷയത്തെ ഒരു നവോത്ഥാനത്തിൻ്റെ ആംഗിളിൽ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ റിഫോർമേഷൻ എന്ന ആംഗിളിൽ, ഒരു മാറ്റത്തിൻ്റെ ആംഗിളിൽ കാണാൻ സാധിക്കുന്നില്ല, കാണരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ സ്ത്രീകളെ എംപവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഓപ്പർച്യൂണിറ്റി, അവർക്ക് രാത്രി 8 മണിക്ക് ശേഷം പുറത്തിറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം, അവർക്ക് ഭയപ്പെടാതെ കഴിയാനുള്ള ഒരു സമൂഹം, അത് നിങ്ങൾക്ക് കൊടുക്കുക. എന്നോട് വ്യക്തിപരമായിട്ട് ചർച്ചയിൽ പോരാടിയിട്ടുള്ള പല ആൾക്കാരും ഈ ചർച്ച കഴിയുന്ന സമയത്ത് അവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ എൻ്റെ ഒപ്പീനിയനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമിത് ഷാ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പ്രസംഗങ്ങളിൽ പറയുന്നത് ഹിന്ദി ഒരു ലിങ്ക് ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് ഇന്ത്യക്ക് ലിങ്ക് ലാംഗ്വേജ് ആവശ്യമില്ല. ഇംഗ്ലീഷ് ഈസ് ഓൾറെഡി ദെയർ. ഏതെങ്കിലും ഒരു യുവതി ബീഫ് കഴിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നീ കഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് വായിലേക്ക് കുത്തിക്കയറ്റിയതായിട്ടുള്ള ഒരു ട്രൂ ഇവൻ്റ് ഞാൻ കണ്ടിട്ടില്ല. ക്യാമ്പസ് പ്രണയത്തിൽ ആക്റ്റീവായിരുന്നു. അമ്മയ്ക്കിത് താല്പര്യമില്ലാത്ത കാര്യമാണ്. ഇങ്ങനെ പബ്ലിക്കായിട്ട് അങ്ങനെ ഒപ്പീനിയൻ പറയണ്ട, എന്തിനാണ് ഇങ്ങനെ പറയുന്നത്, എന്തിനാണ് ഇങ്ങനെ വിരോധം ഉണ്ടാക്കുന്നത് എന്ന രീതിയിലാണ് അമ്മ ചിന്തിക്കുന്നത്. നമ്മൾ ഈ അതെടുക്കരുത്, ഇതെടുക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്നുള്ളതല്ല. അച്ഛ പറഞ്ഞിരുന്നു, എന്തിനാ ഇത് വരച്ചേ, ഇങ്ങനെ വരയ്ക്കാൻ പാടുണ്ടോ, ഇനി അച്ഛക്ക് എന്ത് പാടാ ഇതിലുള്ളത് എന്ന് തോന്നുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടിനെ പറ്റി ഒരു ഇമോഷണലി മനസ്സിലാവും. എൻ്റെ മോള് സ്കൂളിൽ ഹൗ വാസ് യുവർ ഡേ ഈ കാര്യത്തിനെ പറ്റി ഞാൻ ചോദിക്കും, എഡ്യൂക്കേഷനെ പറ്റി ചോദിക്കും, ഫ്രണ്ട്സുമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ചോദിക്കും. ഇപ്പോൾ കേൾക്കുന്നുണ്ട് BJP കാൻഡിഡേറ്റായി മത്സരിക്കുന്നില്ല, കേരളത്തിലെ ഏത് സീറ്റ് വേണമെങ്കിലും തിരഞ്ഞെടുത്തോളാൻ BJP പറയുന്നുണ്ട്. എന്താണ്, ശ്രീജിത്ത് പണിക്കർ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ. എന്തുകൊണ്ടാണ് പാർലമെൻ്ററി പൊളിറ്റിക്സിലേക്ക് വേണ്ട എന്ന് തീരുമാനിക്കുന്നത്? അല്ല, പാർലമെൻ്ററി പൊളിറ്റിക്സ് മോശമാണെന്നോ അങ്ങനെയുള്ള ഒരു ചിന്തയും എനിക്കില്ല. പാർലമെൻ്ററി പൊളിറ്റിക്സ് നല്ലതാണ്. നന്നായി രാഷ്ട്രീയം പറയുന്ന ആൾക്കാർ, നന്നായി ചിന്തിക്കുന്ന ആൾക്കാർ, ചെറുപ്പക്കാരൊക്കെ തന്നെ രാഷ്ട്രീയത്തിൽ വരണം എന്ന് തന്നെയാണ്. എനിക്കെന്തോ ഇലക്ട്രൽ പൊളിറ്റിക്സിനോട് വലിയൊരു താല്പര്യം തോന്നിയിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, ജയിക്കുക, അല്ലെങ്കിൽ തോക്കുക, അതിനോടൊന്നും എനിക്ക് അങ്ങനെ ഒരു താല്പര്യം തോന്നിയിട്ടില്ല. അത് മുമ്പ് തന്നെ, ആദ്യമായിട്ടല്ല. 2021 തെരഞ്ഞെടുപ്പിൽ, 2024 തെരഞ്ഞെടുപ്പിൽ ഒക്കെ ആൾക്കാർ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് എനിക്ക് താല്പര്യം തോന്നിയിട്ടില്ല. അന്നേ എനിക്ക് ഇലക്ട്രൽ പൊളിറ്റിക്സിന് പറ്റിയ ഒരാളല്ല ഞാൻ എന്ന രീതിയിലത്തേക്കുള്ള ഒരു തോന്നലുണ്ട്. ഇത്തവണയും അത് തന്നെയാണ് തോന്നൽ. അതുകൊണ്ടാണ് ഇല്ല എന്ന് ഒറ്റ വാക്കിൽ തന്നെ പറഞ്ഞത്. ഇലക്ഷൻ അടുത്ത് നിൽക്കുകയാണ്. ഒരു നിരീക്ഷകന് മുന്നിൽ കിട്ടുമ്പോൾ ചോദിക്കുന്നു, ഇത്തവണത്തെ ഇലക്ഷൻ്റെ റിസൾട്ട് എന്തായിരിക്കും? മലയാളിയുടെ ഒരു ഇലക്ഷൻ അത്ര ഈസി ആയിട്ട് കോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇപ്പോൾ UDF ഒരു ഹെവി അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന കാര്യം നമുക്കറിയാം. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ്, ഉടനെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു പാറ്റേണും നമ്മൾ സാധാരണ കാണാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ നമുക്കറിയാം LDF വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ LDF ഭരണ തുടർച്ച തന്നെ വന്നു. അങ്ങനെ നോക്കിയാൽ ഇത്തവണ UDF വലിയൊരു മേൽക്കൈയുണ്ട്. അങ്ങനെയാണെങ്കിൽ UDF തന്നെ വരണം. പിന്നെ ഈ സർക്കാരിനെ എതിർക്കാൻ പറ്റുന്ന കുറേയധികം കാരണങ്ങൾ ഇവിടെ ഉണ്ട്. എല്ലാം ശരി തന്നെയാണ്. ഇതേ കാരണങ്ങൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു കേട്ടോ. ഇതേ കാരണങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. കോവിഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതേപോലെ സർക്കാരിനെ എതിർക്കാൻ പറ്റുന്ന കാരണങ്ങളുണ്ടായിരുന്നു. സർക്കാരിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർ പ്രതിസന്ധിയിലായ നിരവധി വിഷയങ്ങളുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും അവർ സർവൈവ് ചെയ്തു. കോവിഡ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിയിരുന്ന കുറേ ഹെൽപ്പ് ഉണ്ടായിരുന്നു. ഇത്തവണ അതില്ല എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. തന്നെയല്ല, ആൾക്കാർ ലോക്കൽ ബോഡിയിലൊക്കെ തന്നെ മാറി ചിന്തിക്കുന്നുണ്ട്. UDF ഒരു വലിയ സാധ്യതയുണ്ട് എന്നുള്ളതൊരു റിയാലിറ്റിയാണ്. പക്ഷേ സ്റ്റിൽ ഇലക്ഷൻ ഇനിയും ബാക്കിയുള്ളത് ചുരുങ്ങിയ സമയമാണെന്ന് പറയുമ്പോഴും, ചുരുങ്ങിയ സമയം എന്ന് പറയുന്നത് മലയാളിയെ പോലെ വളരെ വോളറ്റൈലായിട്ടുള്ള, വളരെ ഡൈനാമിക് ആയിട്ടുള്ള പൊളിറ്റിക്സ് ഉള്ള
ഒരു സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ സമയമാണ്. നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് ഇലക്ഷന് തൊട്ട് മുമ്പ് നടക്കാൻ പോകുന്ന സംഭവങ്ങൾ, ആ സമയത്തുണ്ടാകുന്ന ചർച്ചകളൊക്കെ തന്നെ നമ്മുടെ ഡിസിഷൻസിനെ സ്വാധീനിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് വലിയ പിന്തുണ UDFൻ്റെ ഭാഗത്ത്, എല്ലാ നേതാക്കന്മാരുടെ ഭാഗത്തില്ലെങ്കിലും പ്രതിപക്ഷ നേതാവിൻ്റെ അടക്കം ഭാഗത്തു നിന്നത് ഉണ്ടാകുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ സമസ്ത പോലും എതിർക്കുമ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് അതിനെ ന്യായീകരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ഇവിടെയുണ്ട്. അപ്പോൾ ഈ ചോദ്യം എന്നൊക്കെ പറയുന്നത് സമസ്ത മാത്രം ചോദിക്കുന്ന ചോദ്യമല്ല, സമൂഹത്തിൽ തന്നെ കുറേയധികം ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അപ്പീസ്മെൻറ്റ് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതില്ല. അപ്പോൾ അത് എന്തുകൊണ്ടതില്ല? അപ്പോൾ ഉടനെ പാരലൽ ഡ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ നേരത്തെ ഇവരുടെ കൂടെ നിന്നില്ലേ എന്നുള്ള ആരോപണങ്ങളുണ്ട്. അങ്ങനത്തെയുള്ള കുറേ സെറ്റ് ഓഫ് ആരോപണങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന കോർ ഇഷ്യൂസ് ഇതാണോ നമുക്കറിയില്ല. ശബരിമല വിഷയം എങ്ങനെ വന്നു, അതെങ്ങനെ പോയി, SIT എങ്ങനെ വന്നു, എങ്ങനെ പോയി, ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിലൊരു പൊളിറ്റിക്സ് കയറിയിട്ടുണ്ടോ? പൂർണ്ണമായും ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ നടക്കുന്ന ഒരു എൻക്വയറിയെ സംസ്ഥാന സർക്കാർ ഹൈജാക്ക് ചെയ്തിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ആൾക്കാർ ഇതിനെ ഏത് രീതിയിൽ കാണും? അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, മാർച്ച് 14-നകം യുവതീ പ്രവേശ വിഷയത്തിൽ സർക്കാർ അഫിഡവിറ്റ് കൊടുക്കണം. അപ്പോൾ സർക്കാർ എന്ത് പറയും? നേരത്തെ പറഞ്ഞിരുന്ന അതേപോലെ തന്നെ പറയുമോ, അതോ അഭിപ്രായം മാറ്റുമോ? മാറ്റിയാൽ ഗുണമാകുമോ? ഓർത്തഡോക്സ് കമ്മ്യൂണിസ്റ്റുകൾ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോൾ ചെയ്യാൻ പറ്റുന്നൊരു സമയം ഇപ്പോഴും ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ സമയത്ത് ഇന്ന് ആൾക്കാർ തെരഞ്ഞെടുപ്പിന് വോട്ടിങ്ങിൽ ബൂത്തിലേക്ക് പോയി കഴിഞ്ഞാൽ UDFന് ഒരു ക്ലിയർ അപ്പർ ഹാൻഡ് ഉണ്ടെന്നാണ് എൻ്റെ തോന്നുന്നത്. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ രമേശ് ചെന്നിത്തലയായിരിക്കുമോ, VD സതീശനായിരിക്കുമോ? ശ്രീജിത്ത് പണിക്കരോട് പറഞ്ഞാൽ ആരെയായിരിക്കും ചൂസ് ചെയ്യുക? രണ്ടുപേർക്കും രണ്ട് തരത്തിലുള്ള ഗുണങ്ങളുള്ള ആൾക്കാരാണ്. രമേശ് ചെന്നിത്തല കുറച്ചുകൂടെ മിതത്വമുള്ള, കുറച്ചുകൂടെ ഇരുത്തം വന്ന ഒരു ട്രഡീഷണൽ കോൺഗ്രസ് ലൈനിലുള്ള ഒരാളാണ്. രണ്ടാൾക്കാരും അപ്രോച്ചബിളാണ്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. രണ്ടാൾക്കാരും അവരുടെ തീരുമാനങ്ങളിൽ ഉറച്ച ബോധ്യമുള്ള ആൾക്കാരാണ്. രണ്ടാൾക്കാരും ഒരുപക്ഷെ ഇന്നത്തെ പല രാഷ്ട്രീയക്കാർക്കും കാണാത്ത ഒരു വലിയ ഗുണമുണ്ട്, നന്നായി വായിക്കും. രണ്ടാൾക്കാരും നന്നായി വായിക്കുന്ന ആൾക്കാരാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സമയം അദ്ദേഹത്തിൻ്റെ MLA ക്വാർട്ടേഴ്സിൽ, അന്ന് കൻ്റോൺമെൻറ്റ് ഹൗസിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ MLA ക്വാർട്ടേഴ്സിൽ ഞാൻ ശ്രീ VD സതീശനെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ലൈബ്രറി ഞാൻ കണ്ടിട്ടുണ്ട്. ഗംഭീരമാണ്. തന്നെയല്ല, സഭയിലെ പഴയ ഡിബേറ്റുകളുടെ റെക്കോർഡുകളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം വളരെ മെറ്റിക്കുലസ് ആയിട്ട് അത് ഫോളോ ചെയ്യുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നയാളാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് സ്വന്തമായിട്ടൊരു ബുക്ക് പബ്ലിഷിംഗ് ഫേമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വായന ആ ലെവലിലാണ്. അപ്പോൾ ഇവർ തന്നെ ഇപ്പോൾ സതീശനൊക്കെ കഴിഞ്ഞ ഒരു വർഷം വായിച്ച് തീർത്ത പുസ്തകങ്ങളെ പറ്റിയൊക്കെ ലിസ്റ്റൊക്കെ ഇടുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ ജെന്യുവിനായിട്ട് വായിക്കുന്ന ആൾക്കാരാണ്. അത് ഇവരുടെ ഒരു ചിന്തയൊക്കെ തന്നെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ ക്വാളിറ്റീസ് അവർക്കുണ്ട്. ഇപ്പം സപ്പോസ് UDF ആണ് ഭരണത്തിൽ വരുന്നത് എങ്കിൽ ഇത് രണ്ടുപേരും കേപ്പബിളാണെന്ന് അവർ തെളിയിച്ചിരിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഒരാളിൻ്റെ പൊളിറ്റിക്കൽ കരിയർ നോക്കുന്ന സമയത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് മിസ്സിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ് ചീഫ് മിനിസ്റ്റർഷിപ്പ് എന്ന് പറയുന്നത്. അദ്ദേഹം ഇത് ഡിസർവ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ വിത്ത് നോ ഡിസ്റെസ്പെക്ട് ടു എനിബഡി UDF ആണ് വരുന്നത് എങ്കിൽ ഞാൻ കാണുന്ന മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയും ആഭ്യന്തരമന്ത്രി VD സതീശനും. അതുപോലൊരു സംശയമാണ്, ഈ നെഹ്റുവിയൻ സോഷ്യലിസം ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ നെഹ്റുവിയൻ പൊളിറ്റിക്സിനെ അഡ്മയർ ചെയ്യുന്ന ശശി തരൂറിന് എന്നെങ്കിലും BJPയിലേക്ക് വരാൻ സാധിക്കുമോ? സാധിക്കായികൊന്നുമില്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് സാധ്യതയുടെ കലയാണ്, അല്ലേ? സാധ്യത എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ആർട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അത് എല്ലാവർക്കും നിശ്ചയമായിട്ട് സാധിക്കുന്നതാണ്. വളരെ ഹാർഡ് കോർ ലൈനിൽ ഒരു പാർട്ടിയിൽ നിന്നിരുന്ന ആൾക്കാർ സ്വിച്ച് ചെയ്ത് പോവുകയും സ്വിച്ച് ഇട്ടതുപോലെ നേരത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം എതിർക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് എത്രത്തോളം അങ്ങോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ കുറേ ശ്രമിച്ചു, കോൺഗ്രസിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കട്ടെ എന്ന രീതിയിലത്തേക്കുള്ള കുറേ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അതിൽ ഒരു എവിടെയോ അത് സ്റ്റക്കായി നിൽക്കുന്നത് പോലെയാണ്. പക്ഷേ അതൊരു അസാധ്യമായ കാര്യം എന്നൊന്നും ഞാൻ അങ്ങനെ ഒരു ഭാവി കാണുന്നുണ്ടോ? ഒരു പക്ഷേ സംഭവിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ ക്ലാരിറ്റി ഉണ്ടാകേണ്ടത് അദ്ദേഹത്തിൻ്റെ റോൾ എന്താണ് എന്നാണ്. ഇപ്പോൾ വെറുതെ ഒരാൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വരുമ്പോൾ ഉള്ളതുപോലെ അല്ല. ശശി തരൂരിനെ പോലെ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ താല്പര്യം എവിടെയാണ്, അദ്ദേഹത്തിനെ ഉപയോഗിക്കാൻ പോകുന്നത് എവിടെയാണ്? സ്റ്റേറ്റ് പൊളിറ്റിക്സിലാണോ? ആണെങ്കിൽ എന്ത് റോളിലാണ്? സെൻറ്ററിലാണോ? ആണെങ്കിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ റോൾ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതല്ലാതെ നമ്മൾ ഒരു അംഗത്വം കൊടുത്തിട്ട് ഒരാളിനെ ഷോൾ അണിയിച്ചിട്ട് കൊണ്ടുവരുന്നത് പോലെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരാളല്ല എന്നുള്ളത് അദ്ദേഹം തന്നെ തെളിയിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനുകളിൽ ഉൾപ്പെടെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂർ അല്ലാതെ മറ്റൊരു കോൺഗ്രസ്സുകാരനായിരുന്നു നിന്നത് എങ്കിൽ BJP പാട്ടും പാടി ജയിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലൗട്ട് അദ്ദേഹം കാണിക്കുന്നത് ആൾക്കാരുടെ ഇടയിലുള്ള സ്വാധീനമാണ്, അല്ലാതെ രാഷ്ട്രീയ നേതാക്കന്മാരിലല്ല. കോൺഗ്രസിൽ പോലും 1000 വോട്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സമയത്ത് പിടിച്ചാൽ അത്ഭുതമാണെന്ന് പറഞ്ഞെടുത്ത് 1000 വോട്ട് പിടിച്ചയാളാണ്.
അപ്പോൾ അദ്ദേഹത്തിന് എവിടെയൊക്കെയോ ബാക്കിംഗ് കാര്യമായിട്ടുണ്ട്. ആ സ്വീകാര്യത തള്ളിപ്പറയാൻ പറ്റുന്ന ഒരു സ്വീകാര്യതയല്ല. അതിന് അദ്ദേഹത്തിനെ BJP അതിനെ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലത്തേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ അതായത് എടുക്കായികയൊന്നുമില്ല, രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ അദ്ദേഹം പറയുമായിരിക്കും. പക്ഷേ അതൊന്നും അസാധ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഓക്കെ, ഈ ജനകീയനായൊരു നേതാവാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുമ്പോഴും ഞാൻ ശ്രീത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ പിണറായി വിജയൻ വളരെ ഐഡിയലായിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ പിണറായി വിജയനെ നോക്കിക്കാണുന്നത്? പിണറായി വിജയൻ കേരളത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള ഏറ്റവും പ്രബലനായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളോട് നമുക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല, അദ്ദേഹത്തിൻ്റെ നയങ്ങളോട് താല്പര്യം ഉണ്ടാവില്ല, അദ്ദേഹത്തിൻ്റെ പബ്ലിക് കണ്ടക്റ്റിനോട് നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ എന്ന് കരുതി അദ്ദേഹം അനിഷേധ്യനായിട്ടുള്ള ജനകീയ പിന്തുണയുള്ള ഒരു നേതാവാണ്. ആ പാർട്ടിയുടെ ഏറ്റവും അനിഷേധ്യനായിട്ടുള്ള ഇന്നത്തെ ഒരു നേതാവാണ്. 2 ടൈമിൽ അടുപ്പിച്ച് 10 വർഷം തുടർച്ചയായിട്ട് ജനങ്ങളുടെ മാൻഡേറ്റ് കിട്ടിയ ആളാണ്. പൂർണ്ണമായിട്ടും അദ്ദേഹത്തിനെ ഇപ്പോഴും ആരും തള്ളിക്കളയുന്നില്ല, അല്ലേ? 10 വർഷം കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു 5 വർഷം അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ പേരിൽ തന്നെ കിട്ടാനുള്ള സാധ്യതയെ പൂർണ്ണമായിട്ട് ആരും തള്ളി പറയുന്നില്ല. അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നൊരു തെരഞ്ഞെടുപ്പ് നടന്നാൽ UDF വരും എന്നുള്ളതാണ്. 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും എന്നുള്ളതിനെപ്പറ്റി നമുക്കറിയില്ല. എന്ന് വെച്ചാൽ അവർക്കൊരു ഈക്വൽ സാധ്യതയുണ്ട്. അപ്പോൾ ആ സാധ്യത എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ നമ്മുടെ മേന്മ മാത്രമല്ല, പ്രതിപക്ഷത്തിൻ്റെ കഴിവും കൂടിയാണ്. വടംവലി പോലെയാണല്ലോ പൊളിറ്റിക്സ്. എൻ്റെ ശക്തി മാത്രമല്ല, എതിരാളിയുടെ ദൗർബല്യവും അവിടെ ഒരു വലിയ ഫാക്ടറാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് എത്ര ഫലപ്രദമായിട്ട് അദ്ദേഹത്തിനെതിരെയുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ആരോപണം, അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ ആരോപണം, അദ്ദേഹത്തിൻ്റെ മകനെതിരെ ആരോപണം, കുടുംബത്തിനെതിരെ മൊത്തത്തിൽ ആരോപണം, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മരുമകനെതിരെ ആരോപണം. എല്ലാവർക്കും എതിരെ, കുടുംബത്തിലുള്ള ആൾക്കാർക്കെതിരെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ആരോപണം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയിലെ മിക്കവാറുമുള്ള എല്ലാ മന്ത്രിമാരെപ്പറ്റി, അവരുടെ ഡീലുകളെപ്പറ്റി, പിന്നെ ഈ ഓട്ടോണമസ് എന്ന് പറയപ്പെടുന്ന ദേവസ്വം ബോർഡ് പോലെയുള്ള സംവിധാനങ്ങളെപ്പറ്റി, കിഫ്ബിയെപ്പറ്റി ആരോപണമില്ലാത്ത ഒന്നുമില്ല, അല്ലേ? എല്ലാ കാര്യങ്ങളിലും ആരോപണമുണ്ട്. വയനാടിൽ വലിയ ഡിലേ വരുത്തിയതിൻ്റെ പുനരധിവാസത്തിൽ, പ്രളയവുമായി ബന്ധപ്പെട്ട് അങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ആക്ഷേപങ്ങളുണ്ട്, ആരോപണങ്ങളുണ്ട്. പിന്നെ പഴയ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിലെ മുഖ്യപ്രതി തന്നെ അദ്ദേഹത്തിനെതിരെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്ന സാഹചര്യങ്ങൾ, ഇതെല്ലാം ഉണ്ടായതിന് ശേഷവും 10 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സാധ്യതകളെ പൂർണ്ണമായിട്ട് ആരും തള്ളിപ്പറയുന്നില്ല എന്ന് പറയുമ്പോൾ എവിടെയൊക്കെയോ ആൾക്കാരെ ടച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹവും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹം ഭയങ്കര ഒരു വളരെ മൃദു സ്വഭാവം അദ്ദേഹത്തിനില്ല എന്ന രീതിയിലത്തേക്കൊരു സംഭവമുണ്ട്. കാർക്കശ്യമുണ്ട് എന്നൊരു കാര്യമുണ്ട്. കടക്ക് പുറത്ത് തുടങ്ങിയ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. പല ആൾക്കാരോടും ഉപയോഗിക്കാൻ പാടില്ലാത്ത പദങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണ്. ഇപ്പോൾ ഈ അടുത്തിടെ പോലും അദ്ദേഹത്തിൻ്റെ ഒരു പബ്ലിക് കണ്ടക്റ്റ് നമ്മൾ കണ്ടതാണ്. ഒരാൾ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തെ എക്സ്പ്രഷനും പിന്നീട് ആ ലേഡി പറയുന്നതും തമ്മിൽ മാച്ച് ചെയ്യുന്നില്ല. സെൽഫിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ വന്നത്, മറ്റെന്തോ ആണ് എന്നൊക്കെ പറയുന്നത് അവരെ ഒരുപക്ഷെ ന്യായീകരിക്കുന്നതാവാം. ആ പബ്ലിക് കണ്ടക്റ്റ് ഒന്നും നമ്മൾ എൻഡോഴ്സ് ചെയ്യുന്നില്ല. പക്ഷേ സ്റ്റിൽ നിങ്ങളൊരു നേതാവാണ്. ഇവിടെ തുടർച്ചയായിട്ട് 2 ടേം ഇന്നത്തെ കാലത്ത് ഇത്രയും ഡൈനാമിക്കായിട്ടുള്ള പൊളിറ്റിക്സ് ഉള്ള സമയത്ത് കിട്ടിയിരിക്കുന്ന ഒരാളാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റിയിൽ ഒരു ഡൗട്ടും ഇല്ല. ഈ മലയാളി പൊതുവേ ഈ ഒരു ധാർഷ്ട്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കാർക്കശ്യത്തെ അങ്ങനെ അഡ്മയർ ചെയ്യുന്നതാണെന്ന് തോന്നിയിട്ടില്ല. പക്ഷേ ഇദ്ദേഹത്തിനെ എന്തുകൊണ്ട് അംഗീകരിക്കുന്നു എന്നുള്ളതിന് എന്താണ് മറുപടി? ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മളത് അംഗീകരിക്കും. ഇപ്പോൾ പിണറായി വിജയൻ ചിരിച്ചു കാണുക എന്ന് പറയുന്നതൊരു സ്വാഭാവികതയല്ല, അല്ലേ? വളരെ പ്രസന്നവദനായി നിൽക്കുന്ന പിണറായി വിജയൻ എന്ന് പറയുന്നത് വാർത്തയാകുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഇവിടെ ഒരു ചടങ്ങിൽ വെച്ചിട്ട് മൈക്കിന് പ്രശ്നം ഉണ്ടായപ്പോൾ അദ്ദേഹം തമാശ പറഞ്ഞ അത് വാർത്തയാവുന്നത് എന്തുകൊണ്ടാണ്? അത് സ്വാഭാവികമല്ലാത്തതുകൊണ്ടാണ്, അല്ലേ? ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒരു മണ്ഡലത്തിൽ ചെന്നിട്ട് കേരളത്തിൽ എവിടെയെങ്കിലും വന്നിട്ട് പൊറോട്ടയും ചായയും കഴിച്ചു, ഒരു തട്ടുകടയിൽ കയറി പൊറോട്ടയും കഴിച്ചു, ചായയും കുടിച്ചു. ഇന്നൊരു വാർത്ത, ഇന്നും പത്രത്തിൽ വാർത്തയായിട്ട് വരിക. എന്തുകൊണ്ടാണ്? അത് സ്വാഭാവികതയല്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, ഇയാൾ ഇതൊന്നും ചെയ്യേണ്ടതല്ല, എന്നിട്ടും അദ്ദേഹം അത് ചെയ്യുന്നു എന്നുള്ളതിലാണ്. AK ആൻ്റണി കയറി കുടിച്ചു കഴിഞ്ഞാൽ ഇത് വാർത്ത വരുമോ? ഇല്ല. ഞാൻ പോയി കുടിച്ചാൽ വാർത്ത വരുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? നമ്മൾ രണ്ടുപേരും ഇതൊക്കെ ചെയ്യാനായിട്ട് വിധിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ്. കാരണം ദിസ് ഈസ് പാർട്ട് ഓഫ് യുവർ ലൈഫ്. മറ്റേ ആളിന് ഇതിൻ്റെ ഒന്നും കാര്യമില്ല എന്നുള്ളത് കൊണ്ട് അത് വാർത്തയാകുന്നത്, അല്ലേ? അതേപോലെയാണ് ഈ പറയുന്ന ഓരോ കാര്യവും. പിണറായി വിജയൻ മൈക്ക് കേടാകുന്ന സമയത്ത് മാന്യമായി പെരുമാറി എന്നുള്ളത് വാർത്തയാകുന്നെങ്കിൽ ആ വാർത്തയുടെ കൗതുകത്തിൻ്റെ കാരണം തന്നെ ഇത് വരേണ്ടതല്ല. അദ്ദേഹം ബഹളം ഉണ്ടാക്കാനാണ് അതർവൈസ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അതൊരു സംഭവമാണ്. മറിച്ച് ഉമ്മൻചാണ്ടി ചിരിച്ചു എന്നും പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഒരു വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ടോ? ഉമ്മൻചാണ്ടി ദേഷ്യപ്പെട്ട വാർത്തയാണ്. കാരണം അതർവൈസ് അദ്ദേഹം വളരെ സൗമ്യനായിട്ട് നിൽക്കുന്ന ആളാണ്. ഇപ്പോൾ മോദിയായിട്ട് കമ്പാരിസൺ ചോദിച്ചു, മോദി എല്ലാ സമയത്തും സൗമ്യനായിട്ട് നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു പബ്ലിക് പ്രോഗ്രാമിന് നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് മൈക്കിന് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിലുണ്ട്. ഒരിടത്ത് പോലും അദ്ദേഹം അജിറ്റേറ്റഡ് അല്ല. അദ്ദേഹം വളരെ ശാന്തനായിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നു, ആൾ വരുന്നു, ഇത് ചെയ്തിട്ട് പോകുന്നു. ചിലപ്പോൾ ആ വരുന്ന ആൾക്കാരോട് അദ്ദേഹം കുശലം പറയുന്നുണ്ടാവും.
എന്നിട്ട് സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം എന്തെങ്കിലും തമാശ പറഞ്ഞിട്ടായിരിക്കും അത് തുടങ്ങുക, ഇതൊക്കെ ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞത് നമ്മളെ തന്നെ മാറി നിന്ന് കാണുന്നതിനും അതിലൊരു തമാശ ഉണ്ടെങ്കിൽ ആ തമാശയെ കാണുന്നതിനും ഒക്കെ രസകരമായിട്ടുള്ളൊരു മൊമെൻ്റാണത്. ഇപ്പോൾ പിണറായി വിജയൻ അവിടെ നിന്നിട്ട് ഒരു മൈക്ക് കേടായി അത് ശരിയാക്കി അതിനുശേഷം സംസാരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒന്ന് ചെറുതായിട്ട് ചിരിച്ചാൽ ആ ചിരിക്ക് കയ്യടി കിട്ടും. ആ ചിരിക്ക് അവിടെ കൂടെ ചിരിക്കാൻ ആളുണ്ടാവും. അതെന്തുകൊണ്ടാണ്? ആൾക്കാർ പ്രതീക്ഷിക്കുന്നതല്ല. എന്നിട്ട് ഇത് കാണുമ്പോൾ ഇതിനകത്തൊരു കൗതുകമുണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെ വളരെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ. ഈ പാർട്ടി പ്രവർത്തകരെ പാർട്ടി വേദികളിൽ വെച്ചിട്ട് ഇവർ രണ്ടുപേരും ട്രീറ്റ് ചെയ്യുന്നത് നോക്കിയാൽ മതി. പിണറായി വിജയൻ്റെ അടുത്തേക്ക് പോലും ആൾക്കാർ പാർട്ടി പ്രവർത്തകർ സാധാരണ അങ്ങനെ വരുന്നത് കുറവായി. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കീമുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ എന്തെങ്കിലും ബെനഫിഷ്യറീസ് ആയിട്ടൊക്കെ വരുന്നവരൊക്കെയാണ് നമ്മൾ കാണുന്നത്. നരേന്ദ്രമോദിയുടെ അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സംഭവത്തിൽ ആൾക്കാർ വരുമ്പോൾ നമുക്ക് പലപ്പോഴും കാണാം അദ്ദേഹം അവരെ വിളിച്ച് എന്തെങ്കിലും സംസാരിക്കാൻ പുറത്ത് 2 അടിയൊക്കെ കൊടുക്കുന്ന കാണാം. ഇത് താല്പര്യത്തോടു കൂടിയിട്ടാണ്. അതായത് എൻ്റെ പാർട്ടി വർക്കേഴ്സ് പ്രവർത്തിച്ചാലേ ഞാനുള്ളൂ എന്ന തിരിച്ചറിവ് ഒരു രാഷ്ട്രീയക്കാരനുണ്ടാകണം. അത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അത് ഏത് രീതിയിലാണ് ഓരോരുത്തരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നുള്ളത് വ്യത്യസ്തമാണ്. അപ്പോൾ ഒരുപക്ഷെ കുറേ ആൾക്കാർ പിണറായി വിജയൻ്റെ ധാർഷ്ട്യത്തിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും. ഇപ്പോൾ EK നായനാർ വളരെ തമാശ പറയുന്ന ഒരാളാണ്. അതിൽ പല തമാശകളും ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കളേർഡാണ്. അത് ശരിയല്ല. നമ്മൾ ഈ പറയുന്ന ധാർമ്മികതയ്ക്കോ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനോ ചേരുന്നതല്ല. MM മണി എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുന്ന സമയത്ത് അതേ വാക്കുകൾ മറ്റൊരാളാണ് പറയുന്നത് എങ്കിൽ അതിനെ മാധ്യമങ്ങൾ എങ്ങനെ കാണുന്നോ ആ രീതിയിലല്ല കാണുന്നത്. ഇപ്പോൾ തലക്കെട്ടുകളൊക്കെ ഉണ്ടായേക്കാം, പക്ഷേ എന്നാൽ MM മണിയല്ലേ അത് അങ്ങനെയാണ് എന്ന രീതിയിലത്തേക്ക് നമ്മൾ ചിലത് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിണറായി വിജയൻ ഇത്തിരി ധാർഷ്ട്യമൊക്കെ ആകാം. ഉമ്മൻചാണ്ടിക്ക് പാടില്ല. ഉമ്മൻചാണ്ടി ചിരിക്കും, പിണറായി വിജയൻ ചിരിച്ച വാർത്തയാണ്, അത്ര മാത്രമേ ഉള്ളൂ. അതുപോലൊരു കാര്യം ചോദിക്കട്ടെ, എന്നായിരിക്കും കേരളത്തിൽ BJP അധികാരത്തിൽ വരുന്നത്? നിശ്ചയമായിട്ട് സാധ്യതയുണ്ട്. കാരണം തീരെ സാധ്യതയില്ല എന്ന് പറയപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിലും BJP വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ടൈമിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാതെ അവർ വരില്ല എന്നുള്ളൊരു സംഭവമില്ല. എവിടെയാണ് അവർ അധികാരത്തിൽ വരിക? ആൾക്കാർ അവർക്ക് പോസിറ്റീവായിട്ട് വോട്ട് കൊടുക്കുക. നിലവിലത്തെ സാഹചര്യം എന്താ? നിലവിൽ ഇവിടെ കേരളത്തിൽ പ്രിഡോമിനൻ്റ്ലി LDF വേഴ്സസ് UDF പൊളിറ്റിക്സ് ആണ്. അപ്പോൾ LDF വേണ്ട എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ നാച്ചുറൽ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് UDF ആണ്. തിരിച്ചും ഒരിടത്തേക്കും BJP ഒരു തേർഡ് എൻട്രൻ്റായിട്ട് വന്നിട്ടില്ല. വന്നത് തന്നെ എപ്പോഴാണ്? ഒരു സീറ്റ് മാത്രമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ലോക്സഭയിൽ ഒരു തവണ കിട്ടി, അതേപോലെ നിയമസഭയിൽ ഒരു തവണ കിട്ടി. ഞാൻ പറയുന്നത് BJPക്ക് സത്യത്തിൽ കിട്ടേണ്ടുന്ന വോട്ടുകൾ അതല്ല. പക്ഷേ LDF ആണ് ഭരിക്കുന്നതെങ്കിൽ എനിക്ക് LDF മാറണം എങ്കിൽ ഞാൻ എൻ്റെ വോട്ട് UDFന് കൊടുക്കും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ അല്ലെങ്കിൽ അവരുടെ താല്പര്യം BJPക്ക് ആയിരിക്കാം. അപ്പോൾ അവരെന്ത് ചെയ്യും? UDFനെ ഫേവർ ചെയ്യും. UDF മാറണം, BJPക്ക് കൊടുത്താൽ വരത്തൊന്നുമില്ല, LDFന് കൊടുക്കാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവിടെ സത്യത്തിൽ നിലവിൽ വരുന്നൊരു പാറ്റേൺ ആര് ഭരിക്കണമെന്നല്ല, ആരിനി ഭരിക്കേണ്ട എന്നൊരു തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? എനിക്ക് ഇവൻ വേണ്ട എങ്കിൽ മറ്റവനെ മതി എന്ന് ചിന്തിക്കുക. അവിടത്തേക്ക് ഇതുവരെ BJP വന്നിട്ടില്ല. അപ്പം BJPക്ക് നാച്ചുറലി കിട്ടേണ്ടുന്ന കുറേ വോട്ടുകൾ ഇപ്പോൾ മറ്റു പാർട്ടികൾക്ക് പോകുന്നുണ്ട്. ഈ പാറ്റേൺ മാറണമെങ്കിൽ എന്ത് ചെയ്യണം? BJP 3-4 ജയിക്കണം. സപ്പോസ് BJPക്ക് ഒരു 4-5 സീറ്റ് കിട്ടുന്ന ഒരു ഇലക്ഷൻ വന്നു എന്ന് വെച്ചോ. അന്നേരം മറ്റുള്ള ആൾക്കാർക്ക് നാച്ചുറലി BJPയോട് ഇൻക്ലിനേഷനുള്ള ആൾക്കാർക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ പോകുമ്പം ഞാൻ രാവിലെ കുളിച്ച് കുറേ തൊട്ട് പോളിംഗ് ബൂത്തിൽ പോയി വെയിലത്ത് ക്യൂ നിന്നിട്ട് എൻ്റെ വോട്ട് പാഴാവുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇവരെ വോട്ട് കൊടുത്താൽ ഇവർ ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സാധ്യത തോന്നണം. ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു 4-5 സീറ്റാണ്. അടുത്തത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റാപ്പിഡായിട്ട് ഗ്രോത്ത് ഉണ്ടാകും. അങ്ങനെ ഒരു 2 തവണ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭരണത്തിലേക്ക് എത്താൻ പറ്റുന്ന സാധ്യത ഇവർക്കുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല, ഇതിന് പാറ്റേൺസ് ഉണ്ട്. ത്രിപുരയിൽ പാറ്റേൺ ഉണ്ട്, ബംഗാളിൽ ഇപ്പോൾ അവർ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇന്ത്യയിൽ പാറ്റേൺ ഉണ്ട്. ലോക്സഭയിൽ 2 എങ്ങനെയാണ് ഇന്നത്തെ മെജോറിറ്റിയിലേക്ക് വന്നതെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത് അവർ പല സ്ഥലങ്ങളിൽ തെളിയിച്ചിട്ടുള്ളതാണ്. അത്രത്തോളം ഹോസ്റ്റൈലായിരുന്ന സ്ഥലങ്ങളിൽ ഇത് തെളിയിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മളിവിടെ പറയാറുണ്ട് സൗത്തിലില്ല. സൗത്തിലാണ് കർണാടക, സൗത്തിലാണ് പോണ്ടിച്ചേരി. അപ്പോൾ അവിടെയൊക്കെ വരുന്നുണ്ട്. കേരളത്തിൽ വലിയ പ്രചരണം ഉണ്ടായിട്ടും സുരേഷ് ഗോപി ജയിച്ചു. സുരേഷ് ഗോപിയുടേത് പൊളിറ്റിക്കൽ ജയമല്ല എന്ന് പറയാൻ കഴിയുമോ? സുരേഷ് ഗോപി ആയതുകൊണ്ടാണ് ജയിച്ചത്, ശരിയാണ്. പക്ഷേ സുരേഷ് ഗോപി നടനായതുകൊണ്ടാണ് ജയിച്ചതെങ്കിൽ മുമ്പത്തെ ഇലക്ഷനുകളിൽ നിന്നപ്പോൾ ജയിക്കണമായിരുന്നു. അദ്ദേഹം അന്നല്ല നടനായത്. അപ്പോൾ അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അക്സെപ്റ്റബിളായിട്ട് വന്ന സമയത്ത് അദ്ദേഹത്തിനോടുള്ള താല്പര്യവും അദ്ദേഹം പറയുന്ന രാഷ്ട്രീയത്തിനോടും അദ്ദേഹം എടുത്ത നേതൃത്വത്തിനോടും താല്പര്യമുള്ള ആൾക്കാർ അദ്ദേഹത്തിന് വോട്ട് ചെയ്തു. അപ്പോൾ BJP സത്യത്തിൽ ചെയ്യേണ്ടത് എന്താണ് അജണ്ട, എന്താണ് ഞങ്ങൾ പോസിറ്റീവായിട്ട് കേരളത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങൾ, എവിടെയൊക്കെയാണ് ഞങ്ങളുടെ ജയസാധ്യത, അവിടെ ആരൊക്കെയാണ് ഞങ്ങൾക്ക് മത്സരിക്കുന്നത്. ഇലക്ഷൻ്റെ തലേന്ന് കൊണ്ടുവന്ന് കാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ചുകൊണ്ട് കാര്യമില്ല. കാൻഡിഡേറ്റ്സിന് അവിടെ ലോങ് പീരീഡിലേക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കണം. അവരെ മണ്ഡലത്തിൽ അവർക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ അവർ സൂട്ടബിൾ ആണെന്ന് തോന്നുന്ന മണ്ഡലങ്ങളിൽ അവർക്ക് നേരത്തെ തന്നെ ഒരു ഫെയർ റൺ കൊടുക്കണം. അവിടുത്തെ കാര്യങ്ങൾ അവർ മനസ്സിലാക്കണം. അവിടുത്തെ പ്രവർത്തകരുമായിട്ട് അവർക്കൊരു സിങ്ക് ഉണ്ടാകണം. ജനങ്ങളുമായിട്ട് അപരിചിതത്വം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ആൾക്കാർ തോന്നും. അതല്ലാതെ ഇപ്പോൾ ഒരെലക്ഷനിൽ നീ പാലക്കാട് നില്ല്,
അടുത്ത ഇലക്ഷന് നീ മഞ്ചേശ്വരത്ത് പോകും, ഇനി നീ കോന്നിയിൽ നോക്ക്, വട്ടിയൂർക്കാവിൽ നോക്കിയാലോ, എന്നാൽ പിന്നെ കായംകുളം ആവാം. അങ്ങനെ പറയുന്ന ആളൊരു ടൂറിസ്റ്റാണ്. ടൂറിസ്റ്റിനോട് ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവില്ല. സുരേഷ് ഗോപി തൃശ്ശൂർ എന്ന് പറഞ്ഞ് നിന്നു, അപ്പോൾ ആൾക്കാർ നോക്കിയാൽ ഓക്കെ അല്ലേ, അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. എങ്കിൽ മാത്രമേ അത് വിജയിക്കുകയുള്ളൂ. അത് ആ രീതിയിലത്തേക്കൊരു ചിന്ത അവർക്കാണ് ഉണ്ടാവേണ്ടത്. അപ്പോഴും ഒരു സംശയം, ഈ BJP രാഷ്ട്രീയം പറയുമ്പോൾ ശരിക്കും ഒരു വികസനത്തിൻ്റെ രാഷ്ട്രീയമാണോ പറയേണ്ടത്, അല്ല അവരുടെ ഒരു ഹിന്ദുത്വ ഐഡിയോളജി രാഷ്ട്രീയമാണോ കേരളത്തിൽ പറയേണ്ടത്? അല്ല, അവർക്ക് രണ്ട് രാഷ്ട്രീയം അവർക്കുണ്ട്. അവർ ഇന്ത്യയിൽ എവിടെയൊക്കെ വളർന്നിട്ടുണ്ടോ അവിടെ എല്ലാം അവർ സത്യത്തിൽ വളർന്നിരിക്കുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയം പറഞ്ഞിട്ടാണ്. അവർക്ക് അതിനകത്തിൽ അവേർഷനൊന്നും തോന്നേണ്ടുന്ന കാര്യമില്ല, നമുക്കും തോന്നേണ്ടുന്ന കാര്യമില്ല. കാരണം ആ പാർട്ടിയുടെ ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിളുകളിൽ അവർക്ക് സാംസ്കാരിക ദേശീയതയും അവർക്ക് ഈ ഹിന്ദുത്വയും ഒക്കെ തന്നെ അവരുടെ കോറിലുണ്ട്. അപ്പോൾ അങ്ങനെ കോറിലുള്ള ഒരു പാർട്ടി അത് പറഞ്ഞിട്ട് അതിന് അക്സെപ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനർത്ഥം ജനാധിപത്യത്തിൽ കൂടുതൽ ജനങ്ങൾ അത് താല്പര്യപ്പെടുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇന്ത്യയിലുള്ള ആൾക്കാരെല്ലാം പോളറൈസ്ഡ് ആയി എന്ന് പറയാൻ പറ്റുമോ? BJP ഇന്ത്യ തുടർച്ചയായിട്ട് 15 കൊല്ലമായിട്ട് ഭരിക്കുന്നു എന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ 15 വർഷമായിട്ട് ഇന്ത്യയിലുള്ള ആൾക്കാരെല്ലാം വർഗീയവാദികളായി എന്നൊരർത്ഥമുണ്ടോ? ഒന്നുമില്ല. ആൾക്കാർ വോട്ട് ചെയ്യുന്നത്, ആൾക്കാരിലേക്ക് അവർ പോകുന്നത് അവരുടെ ഈ കോർ ഐഡിയോളജിയുടെ പേരിലാണ്. ആ ഐഡിയോളജിയോട് ആൾക്കാർക്ക് അയിത്തമില്ല. അതിനുശേഷം അവർ കുറേ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നുണ്ട്, അതിനോട് ആൾക്കാർക്ക് നാച്ചുറലി താല്പര്യം ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം മറ്റൊരു വിഭാഗത്തിന് അത് ഭയം ജനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതില്ലേ എന്ന് ചോദിച്ചാൽ? അല്ല, ഭയം എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ്. ഇപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. രാമക്ഷേത്രം എന്ന് പറയുന്നത് ഒരു സിവിൽ ഡിസ്പ്യൂട്ടാണ്, ഒരു വസ്തു തർക്കമാണ്. വസ്തു തർക്കം എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്? കോടതിയാണ് പരിഹരിക്കേണ്ടത്. അപ്പോൾ കൺസേൺ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ? കോടതി ഇത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 2.25 ഏക്കറോ മറ്റോ തർക്കസ്ഥലം ഉള്ളപ്പോൾ 5 ഏക്കർ സ്ഥലം മറ്റൊരു സ്ഥലത്ത് കൊടുക്കാം എന്ന് തീരുമാനിക്കുന്നത്. സാധാരണ സിവിൽ ഡിസ്പ്യൂട്ട് അങ്ങനെയല്ല. പിന്നെ BJP ഒരു നയം കൊണ്ടുവരുന്ന സമയത്ത് അതിനകത്തിൽ മുസ്ലിം വിരുദ്ധമാണ് എന്നുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യപ്പെടണം, സംശയമില്ല. പക്ഷേ വഖഫ് ആരെങ്കിലും അതിൽ എന്തെങ്കിലും തരത്തിലുള്ള കുറ്റം പറഞ്ഞോ? ഇല്ല. മുത്തലാഖ് ആർക്കാ ഗുണം? മുസ്ലിം സ്ത്രീകൾക്കാ ഗുണം. യാഥാസ്ഥിതികരായിട്ടുള്ള ഈ നിയമത്തിനെ അനാവശ്യമായിട്ട് ഉപയോഗിച്ചിട്ട് പുരുഷാധിപത്യം കാണിക്കുന്ന പുരുഷന്മാർക്കേ പ്രശ്നമുള്ളൂ. അത് ക്രിമിനലൈസ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും മുസ്ലിം സ്ത്രീക്ക് പ്രശ്നമുണ്ടോ? അതിനെ തെറ്റായി ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു മുസ്ലിം പുരുഷന് പ്രശ്നമുണ്ടോ? ഇല്ല. പിന്നെ CA ഇവിടെ ഹിന്ദുക്കളുടെ മറ്റേ മുസ്ലിങ്ങളുടെ പൗരത്വം പോലും പോകും എന്ന് പറഞ്ഞു. വർഷം എത്രയായി? 7 കൊല്ലം കഴിഞ്ഞു. ഏതെങ്കിലും ഒരു മുസ്ലിമിൻ്റെ പൗരത്വം പോയോ? ഇല്ല. അപ്പോൾ ഇതിൽ ഭീതി ജനിപ്പിക്കുന്നത് അവരാണോ മറ്റുള്ളവരാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം പ്രസക്തമാണ്. ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്ന കാര്യമാണ്, ഇപ്പം SIR ഞാൻ സമയത്ത് കൊടുത്തില്ല, നിങ്ങൾ ഒരു ഹിന്ദു ആയ ഞാൻ വിചാരിക്കുന്നുണ്ട് അതിപ്പോൾ അടുത്തായാലും നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ അവിടെ നിൽക്കട്ടെ. പക്ഷേ ചിലപ്പോൾ എൻ്റെ വീടിനപ്പുറത്തുള്ള ഒരു മുസ്ലിം ചേച്ചി പറയുന്നുണ്ട്, അയ്യോ കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാണ്. അവരുടെ ഉള്ളിലൊരു ഭീതി വരുന്നുണ്ട്. ഇതെവിടെ നിന്നാണ് സൃഷ്ടിക്കപ്പെടുന്നത്? ഇത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടേ എന്നാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. കേവലം ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല, ഒരു ഹിന്ദുത്വ അജണ്ടയിലുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി രാഷ്ട്രം ഭരിക്കുമ്പോൾ ഇത്തരം ഭീതി വരുന്നത് എങ്ങനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്? ഇത് എവിടെ നിന്നാണ് ജനിക്കുന്നത്? അല്ല, ഭീതി ഉണ്ടാകുന്നത് അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരിൽ നിന്നാണ്. ഇപ്പോൾ എനിക്കറിയാം, CAA ഡിബേറ്റുകളുമായി ബന്ധപ്പെട്ട് 50-ലധികം TV ചർച്ചകളിൽ പങ്കെടുത്തയാളാണ് ഞാൻ. അതല്ലാതെ പൊതുവേദികളിലൊക്കെ തന്നെ 3 hour പ്ലസ് ഡിബേറ്റുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ ചർച്ചകൾ കണ്ടതിന് ശേഷം എന്നോട് വന്ന്, ഞാൻ മുമ്പ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ കാര്യവട്ടം ക്യാമ്പസിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ രാത്രിയിൽ അവിടെ ഒരു തട്ടുകടയിൽ നിന്ന് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ, കണ്ടാൽ തന്നെ അറിയാം അയാൾ ഇതൊക്കെ ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ഇന്നയാളല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ അതെ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് നിങ്ങളോട് നന്ദിയുണ്ട് എന്നാണ്. കാരണം ഈ നിയമം കൊണ്ട് വലിയ പ്രശ്നമാണ് എന്ന രീതിയിലത്തേക്ക് ഞാനും എൻ്റെ കുടുംബവുമൊക്കെ ധരിച്ചിരുന്നു. എൻ്റെ ഉമ്മ, അവരുടെ വീട്ടിലുള്ള ആൾക്കാർ, ഇവരൊക്കെ തന്നെ അവരുടെ ഡോക്യുമെൻറ്റുകളൊക്കെ തന്നെ കട്ടിലിൻ്റെ അടിയിലൊക്കെ വെച്ചിട്ടാണ് കഴിഞ്ഞത് തന്നെ. ഏത് നിമിഷവും മോദിയുടെ പോലീസ് വരും എന്നാണ് പറഞ്ഞത്. മോദിക്ക് പോലീസില്ല, ഏത് നിമിഷവും മോദിയുടെ പോലീസ് വന്നിട്ട് പിടിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങളുടെ ചർച്ച കണ്ടതിന് ശേഷം തെറ്റിദ്ധാരണ മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ പുള്ളി തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ വീട്ടിൽ വന്നതിന് ശേഷം ഈ മെസ്സേജാണ് അവരോട് പറയുന്നത്. അതിനെ ഫലപ്രദമായിട്ട് ചെറുക്കാൻ BJP പരാജയപ്പെട്ടു എന്നുള്ള വാദം കറക്റ്റായിരിക്കും, ഒരു തർക്കവുമില്ല. അപ്പോൾ ഞാൻ ശ്രീജിത്തിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെ ഭയപ്പെടുമെന്ന് വേണ്ട, ഞാൻ ഈ നിയമം വായിച്ചൊക്കെ നിങ്ങളോട് പറയുന്നില്ലേ, ഇതിൽ നിങ്ങൾക്ക് പേടിക്കേണ്ടതൊന്നുമില്ല എന്ന് പറയുന്ന ഒരർത്ഥം കൂടി ഇതിനുണ്ടല്ലോ. അതിന് അടിസ്ഥാനമായി ശ്രീജിത്ത് മുന്നോട്ട് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഭരണഘടനയായിരിക്കും മുന്നോട്ട് വെക്കുന്ന ഒരു സംഗതി. നിങ്ങൾ പേടിക്കേണ്ട, ഇതൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ഈ സിസ്റ്റം ഒക്കെ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയാം. അബ്സല്യൂട്ട്ലി. കാരണം നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന കുറേ ഉറപ്പുകളുണ്ട്. ചില ഉറപ്പുകൾ എന്ന് പറയുന്നത് നോൺ നെഗോഷ്യബിൾസ് ആണ്. ഇപ്പോൾ ഭരണഘടനയിൽ നമ്മുടെ എല്ലാം അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിന് പരിധികളുണ്ട്, അല്ലേ? ഒന്നും അബ്സല്യൂട്ടല്ല, എല്ലാം ഗവൺമെൻറ്റിൻ്റെ നിയമത്തിൻ്റെ പരിധികൾക്ക് വിധേയമായിട്ടുള്ള കാര്യമാണ്. അതല്ലാതെ എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ തമ്പാനൂർ ചെന്നതിന് ശേഷം എല്ലാവരും ചീത്ത വിളിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് ഭരണഘടനയിൽ ഇപ്പോൾ 1901 എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ എന്ന് കരുതി നമ്മുടെ ചില സ്വാതന്ത്ര്യങ്ങളും
നമ്മുടെ മനുഷ്യാവകാശങ്ങളും ജനാധിപത്യപരമായിട്ടുള്ള ഒരു സൊസൈറ്റിയെ വിഭാവനം ചെയ്തിരിക്കുന്ന രീതിയും നമ്മൾ ജനറലി പറയുന്നൊരു വാക്കുണ്ട്, ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അത് ഓൾട്ടർ ചെയ്യാൻ പറ്റുന്നില്ല. അത് നോൺ നെഗോഷ്യബിളാണ്, അതിൽ തർക്കമേ ഇല്ല. അത് ഗ്യാരണ്ടി ചെയ്യുന്നിടത്തോളം കാലം ആ ഭരണഘടന നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യങ്ങളുണ്ട്. ആ സ്വാതന്ത്ര്യമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ബുക്കാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ ചർച്ചകൾ കണ്ടതിന് ശേഷം നമ്മുടെ ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ആയ ഒരു ജഡ്ജ്, പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം എനിക്കൊരു ഗിഫ്റ്റ് തന്നത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ഇതിൻ്റെ ഒറിജിനൽ കോപ്പി എൻ്റെ കയ്യിൽ ഒരെണ്ണം കിട്ടി, അപ്പോൾ അത് നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എനിക്കിത് കൊണ്ട് തന്നപ്പോൾ എനിക്കത് വലിയ സന്തോഷമാണ് തോന്നിയത്. ഞാൻ പറഞ്ഞത് ആ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് ഏറ്റവും പ്രധാനം. അത് നമ്മളിങ്ങനെ വെറുതെ ഉയർത്തി കാണിച്ച പോരാ, തുറന്ന് വല്ലപ്പോഴും വായിക്കുകയും കൂടെ വേണം. കോൺഗ്രസ് മുക്ത ഭാരതം അത് എതിർക്കുന്ന ഒരാളാണ് ശ്രീജിത്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് കോൺഗ്രസ് ഇവിടെ നിലനിൽക്കണം? ഇനി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യതകളെക്കുറിച്ച് കൂടി പറഞ്ഞാൽ എന്തായാലും. ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം റൈറ്റ്ഫുള്ളി പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിക്കുന്നത് 140 മണ്ഡലങ്ങളിൽ ജയിക്കാനാണോ തോക്കാനാണോ? ജയിക്കാനാണ്. 120 ജയിച്ചാൽ മതി എന്ന ഉദ്ദേശത്തിലാണോ നിൽക്കുന്നത്? 20 നമുക്ക് തോക്കാം അല്ല. എന്ന് വെച്ചാൽ CPM മുക്ത കേരളത്തിന് വേണ്ടിയിട്ടാണ് അവർ നിൽക്കുന്നത്. BJP മുക്ത കേരളത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ? CPM നിൽക്കുന്നത് തന്നെയാണ്, BJP നിൽക്കുന്നത് അങ്ങനെയാണ്. പാൻ ഇന്ത്യ അവരുടെ പോളിസി ആകുമ്പോഴും അങ്ങനെ തന്നെയാണ്. അല്ലാതെ ഒരു തെരഞ്ഞെടുപ്പിലും നമ്മൾ അവനങ്ങ് തോറ്റോട്ടെ, നമുക്ക് ഇത്രയും ജയിച്ചാൽ മതി, അങ്ങനെയില്ല. എന്ന് വെച്ചാൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത് ആസ് എ പൊളിറ്റിക്കൽ സ്ലോഗൻ ഒരു പ്രശ്നമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഒരു ജനാധിപത്യ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം വേണം. അപ്പോൾ നമുക്ക് BJP വേണം, നമുക്ക് കോൺഗ്രസ് വേണം, ലീഗും വേണം, മറ്റവർ വേണം, മറിച്ചവർ വേണം, എല്ലാവരും വേണം. അപ്പോൾ അത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണ്. ഒരു ജനാധിപത്യ സമൂഹം നിലനിൽക്കാൻ, ആരോഗ്യകരമായിട്ടുള്ള ഐഡിയോളജികൾ നിൽക്കാൻ, ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയപരമായി പോരടിക്കാൻ, അതിൽ കൂടി നമുക്ക് ക്ലാരിറ്റി ഓഫ് തോട്ട് കിട്ടാൻ എല്ലാവരും വേണം. അപ്പോൾ അത് ആവശ്യമാണ്. പിന്നെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാനൊന്നും ഞാനില്ല. പക്ഷേ അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. കാണാത്തതിൻ്റെ കാരണം ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. കോൺഗ്രസിലെ നേതാക്കന്മാരുടെ പൾസ് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിനെ എല്ലായ്പ്പോഴും പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുകയാണ്. പക്ഷേ അദ്ദേഹം പലപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങൾ ദേശീയ താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള തീരുമാനങ്ങൾ പോലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. ഇപ്പോൾ ഇന്ത്യയുടെ എക്കോണമി ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗ്രോ ചെയ്യുന്ന എക്കോണമി എന്ന് പറയും. പക്ഷേ ഇറ്റ്സ് ഡെഡ് എക്കോണമി എന്ന് പറഞ്ഞ് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞാലാണ്. അദ്ദേഹം പല സ്ഥലങ്ങളിൽ പോയിട്ടത് പറഞ്ഞതാണ്. എന്താ അതിൻ്റെ ലോജിക്ക് എന്താ? ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സമ്പദ് വ്യവസ്ഥകളിലൊന്നായിട്ട് വരികയും ഏറ്റവും മികച്ച ഗ്രോത്ത് റേറ്റ് കൈവരിക്കുകയും ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മുടെ ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ വന്നിട്ട് ഇത് ചത്ത ഭരണഘടനയാണ്, ചത്ത സമ്പദ് വ്യവസ്ഥയാണ് എന്ന് പറയാനായിട്ട് കഴിയുക? അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഞാൻ പറഞ്ഞത് അത് നമ്മുടെ ദേശീയ താല്പര്യമാണോ? അല്ല. നമ്മുടെ രാജ്യം പാകിസ്ഥാനുമായിട്ടൊരു സംഘർഷത്തിൽ വരുന്ന സമയത്ത് ഹോൾ ഹാർട്ടഡ് സപ്പോർട്ടാണ് നമ്മുടെ ഗവൺമെൻറ് കൊടുക്കേണ്ടത്. അത് പിണറായി വിജയനാണ് മുഖ്യമന്ത്രിയെങ്കിലും നമ്മളങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ എനിക്ക് അങ്ങേരോട് ഇന്ന കാര്യത്തിൽ വിരോധമുണ്ട്, അതൊക്കെ വേറെ സെക്കൻഡറി. ആ സമയത്ത് വന്നിട്ട് എത്ര റഫാൽ വീണു? ആരുടെ അജണ്ടയത്? ഞാൻ പറഞ്ഞത് നമ്മളത് ചോദിക്കുമ്പോൾ നമ്മുടെ സൈന്യത്തിൻ്റെ മൊറാലിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണോ? ഗവൺമെൻറ്റിൻ്റെ പൊളിറ്റിക്കൽ ഡിസിഷനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണോ? ഒരു യുദ്ധമാണ്. ഒരു യുദ്ധമാണെങ്കിൽ റഫാലുകളെന്നല്ല, നമ്മുടെ എക്യുപ്മെൻറ്റ് പോലെ തന്നെ അതേപോലെ എക്യുപ്മെൻ്റ് ഉള്ളവരും ട്രെയിൻഡായിട്ടുള്ള ആൾക്കാരും അല്ലേ അപ്പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ, ഒരു വാർലൈക്ക് സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്കും നഷ്ടമുണ്ടാക്കാം, അവർക്ക് നമ്മൾ നഷ്ടമേൽപ്പിക്കാം, അവസാനം ആത്യന്തികമായിട്ട് ഇതിലൊരാൾ ജയിക്കുകയും ചെയ്യും അല്ലേ എന്ന് കരുതി അതിൻ്റെ സ്റ്റോക്ക് എടുത്തുകൊണ്ട് നിങ്ങൾ എന്താ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞത് ഇന്ത്യയുടെ ഒരു 10 റഫാൽ പോയി എന്ന് വെച്ചു. സോ വാട്ട്? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നരേന്ദ്രമോദിയുടെ ഭരണ പരാജയമാണ് 10 റഫാൽ പോയി എന്നാണോ ഞാൻ പറഞ്ഞത്? എന്നിട്ട് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ 1972 യുദ്ധം ഉണ്ടായിട്ടുണ്ട്, 98 ഉണ്ടായിട്ടുണ്ട്, 47, 48 എത്രയോ സമയത്തുണ്ടായിട്ടുണ്ട്. ഈ സമയത്തൊക്കെ നമുക്ക് ടാങ്കുകൾ നഷ്ടപ്പെട്ടിട്ടില്ലേ? വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ലേ? അപ്പോൾ അതിൻ്റെ കണക്കെടുത്തുകൊണ്ട് എന്താ ഗുണമെന്ന് ഞാൻ പറഞ്ഞത്. വാട്ട് ഈസ് യുവർ പോയിൻറ്റ്? ആ സാധനം അദ്ദേഹം പറയുന്ന പോലുമില്ല. അപ്പോൾ അത് നമ്മൾ പറയുന്നില്ല, മറച്ചു വയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സമയത്ത് പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വാദങ്ങളെ ഉപയോഗിക്കുന്ന ആരാ? പാകിസ്ഥാനാണ്. അന്താരാഷ്ട്ര ഫോറങ്ങളിൽ പോകുന്ന സമയത്ത് നോക്കൂ, ഇന്ത്യയിലെ ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ ഈസ് ആസ്കിങ് ദ സെയിം ക്വസ്റ്റ്യൻസ്. ഓക്കെ, അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു ഭരണ തുടർച്ച ഇപ്പോൾ BJP കേന്ദ്രത്തിലായാലും കേരളത്തിൽ CPM ആയാലും ഈ ഭരണ തുടർച്ച ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് ശരിക്കും
നല്ലതിനാണോ അല്ല ഭരണം മാറേണ്ടതുണ്ട്? അങ്ങനെയെങ്കിൽ BJPക്ക് ബദലായി കേന്ദ്രത്തിൽ നമുക്ക് എന്താവും ചൂണ്ടിക്കാണിക്കാൻ? ഇല്ല, ഭരണം മാറേണ്ടതാണെന്നോ തുടർച്ചയാണെന്നുള്ളത് പൊളിറ്റിക്കലി ജനങ്ങളുടെ തീരുമാനമാണ്, പീപ്പിൾസ് മാൻഡേറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, അതായത് പകുതിയിൽ ഒന്ന് കൂടുതൽ കിട്ടുന്ന പാർട്ടിക്കോ മുന്നണിക്കോ ഭരിക്കാനുള്ള മാൻഡേറ്റ് നമ്മുടെ ഭരണഘടനാ പ്രകാരം നമ്മളിവിടെ കൊടുക്കുകയാണ്. ഫാസിസത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ഓട്ടോണമിയിലേക്കോ ഒക്കെ പോകുമെന്നുള്ള ആശങ്ക ആണെങ്കിൽ അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള പവറും നാട്ടുകാർക്കുണ്ട്. നാട്ടുകാർക്ക് ആ ആശങ്ക ഇല്ലാത്തതുകൊണ്ടാണല്ലോ 15 വർഷം തുടർച്ചയായിട്ട് മോദിക്ക് കിട്ടുന്നത്. നാട്ടുകാർക്ക് ആ ആശങ്ക ഇല്ലാത്തത് കൊണ്ടാണല്ലോ 10 വർഷം തുടർച്ചയായിട്ട് പിണറായി വിജയൻ അത് കിട്ടുന്നത്, അല്ലേ? പിണറായി വിജയനും ഫാഷിസ്റ്റാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, നരേന്ദ്രമോദിയും ഫാഷിസ്റ്റാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, പിണറായി വിജയൻ കിങ് ജോങ് ഉന്നിന് തുല്യമാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, നരേന്ദ്രമോദി ഹിറ്റ്ലർക്ക് തുല്യമാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞു, ഇതൊക്കെ ആൾക്കാർ വൺ സൈഡഡ് പറയും. ഹൂ ഡിസൈഡ്സ്? പീപ്പിൾ. ആൾക്കാർക്കത് പ്രശ്നമല്ല, ആൾക്കാർ ഈ അജണ്ടകളിൽ വീഴുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു സമയത്ത് നരേന്ദ്രമോദി അല്ല ഞങ്ങൾക്ക് സൂട്ടബിൾ, BJP അല്ല എന്ന് തോന്നുന്ന സമയത്ത് മറ്റൊരു ഓൾട്ടർനേറ്റീവ് ആ സമയത്ത് ഉണ്ടെങ്കിൽ അത് കൊടുക്കും. ഇപ്പോൾ നല്ല ഉദാഹരണം, 15 വർഷം തുടർച്ചയായിട്ട് ഷീലാ ദീക്ഷിത് 3 ടൈമിൽ ഡൽഹിയിൽ ഭരിച്ചു. നല്ല മുഖ്യമന്ത്രിയായിരുന്നു അവർ പരാജയപ്പെട്ടു. കോൺഗ്രസ്സിന് അംഗങ്ങളില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു. 15 വർഷം തുടർച്ചയായി ഭരിക്കുന്നിടത്ത് നിന്ന് കോൺഗ്രസ്സിന് അംഗങ്ങളില്ല. ആം ആദ്മി പാർട്ടിയുടെ സമ്പൂർണ്ണ വാഴ്ച. അതിനുശേഷം ഇപ്പോഴോ BJP. ആര് തീരുമാനിച്ചു? ഏതെങ്കിലും ഒരു സമയത്ത് ആൾക്കാരെല്ലാം ഒന്നിച്ച് AAPയിലേക്ക് പോയി മെമ്പർഷിപ്പ് എടുത്തിട്ടാണോ? അല്ല. ഷീലാ ദീക്ഷിതിനെ അധികാരത്തിലെടുത്തിരുന്ന ആൾക്കാരിൽ ഒരു 60% 70% ആൾക്കാർ ഇപ്പോഴും ഉണ്ട്, അല്ലേ? അവർ ചിന്തിച്ചു ആം ആദ്മി പാർട്ടി വേണം, അവർ ചിന്തിച്ചു BJP ആണ് വേണ്ടത്. ഞാൻ പറഞ്ഞ ആ ആൾക്കാരുടെ തീരുമാനം, അതാണ് ഏറ്റവും വലുത്, പരമം. ജനങ്ങൾ എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതാണ് വരുന്നത്. ഇനി പന്തളംകാരനെ കിട്ടിയിട്ട് ഒരു ശബരിമല ചോദ്യം ചോദിക്കാതെ വിടാൻ പറ്റില്ല. ഇപ്പോൾ ശ്രീജിത്തിൻ്റെ ഫ്രണ്ടായിരുന്നെങ്കിൽ ഞാൻ മുന്നേ ചോദിക്കുമായിരുന്ന ഒരു കാര്യമാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, ആ വാദഗതികളൊക്കെയും കേട്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംശയം, നമ്മൾ ഈ നിലനിൽക്കുന്ന ആചാരങ്ങളിൽ തന്നെ പിടിച്ചു നിന്നാൽ എങ്ങനെയാണ് ഒരു സാമൂഹ്യമായൊരു മുന്നേറ്റം സാധ്യമാവുക? അങ്ങനെയല്ലല്ലോ ചരിത്രം വന്നിട്ടുള്ളത്. എന്തുകൊണ്ട് നമ്മൾ നടത്തിയ ഈ ശബരിമല എന്നുള്ള വിഷയത്തെ, സ്ത്രീ പ്രവേശനം എന്നുള്ള വിഷയത്തെ ഒരു നവോത്ഥാനത്തിൻ്റെ ആംഗിളിൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ റിഫോർമേഷൻ എന്ന ആംഗിളിൽ, ഒരു മാറ്റത്തിൻ്റെ ആംഗിളിൽ കാണാൻ സാധിക്കുന്നില്ല, കാണരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയല്ല. ഹിന്ദു മതത്തിലുണ്ടായിരുന്ന കുറേയധികം ദുരാചാരങ്ങളെ സ്വയം പരിഷ്കരിച്ചിട്ടുള്ള ഒരു മതമാണ്, ഒരു സെൽഫ് ക്ലീനിങ് മതമാണ്. കുറേയധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു, അത് ഈ മതം തന്നെയാണ് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എത്രയോ ഉദാഹരണങ്ങളുണ്ടാകും. ഇപ്പോൾ എല്ലാവരും ആരോപിക്കുന്ന ഒന്നാണ് സതി, അല്ലേ? സതി വലിയ അനാചാരമാണ്, മറ്റാണ് മറിച്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പറയുന്നുണ്ട്. അന്ന് മാറ്റങ്ങൾ അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്, അല്ലേ? ഞാൻ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ക്ലെൻസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു മതമാണ് ഹിന്ദു മതം. അത്രത്തോളം റിഫർമേഷൻസ് ഉള്ള മറ്റൊരു മതം ഇന്ത്യയിൽ ഉണ്ടായിട്ടുമില്ല. കാരണം അതിലുള്ള തെറ്റുകൾ തിരുത്തുന്നുണ്ട്, ആചാരപരമായിട്ടുള്ള തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തുന്നുണ്ട്, അങ്ങനെ പോകുന്നുണ്ട്. ഒരാളിനെയും ദോഷകരമായി ബാധിക്കാത്ത, നമ്മൾ എപ്പോഴും പറയാറില്ലേ, പബ്ലിക് ഓർഡർ, ഡീസൻസി, മൊറാലിറ്റി, ഈ കാര്യങ്ങൾക്ക് വിധേയമായിരിക്കണം. ഇങ്ങനത്തേതല്ലാത്ത ഒരു കാര്യത്തിനെയും മാറ്റേണ്ടെന്ന് ആവശ്യമില്ല. അതാണ് വിശ്വാസം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്നതിനും നമ്മുടെ നാടൊരു ജനായത്ത ഭരണത്തിലേക്ക് വരുന്നതിനും മുമ്പേ നിലനിൽക്കുന്ന കാര്യങ്ങളാണിത്. പ്രീസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പിലത്തേക്കുള്ള പഴക്കമുള്ള കാര്യങ്ങളാണ്. അതാരെയെങ്കിലും ദോഷകരമായി ബാധിക്കുന്നുണ്ടോ? ഇപ്പോൾ ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കണമെന്ന് പറയുമ്പോൾ വിശ്വാസികളായിട്ടുള്ള ഒരു യുവതിക്ക് അവിടെ വരേണ്ടിയിരുന്നില്ല, അവർ വരുന്നുമില്ല. നാളെ നിങ്ങൾ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർ വരത്തുമില്ല. അതാണ് വിശ്വാസം. അതല്ലാതെ അതിനെ ചോദ്യം ചെയ്യുന്ന ആൾക്കാരല്ല. നിങ്ങളൊരു പ്ലേസിൽ ഒരു ഡെക്കറം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഡെക്കറം കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ആ ചട്ടക്കൂടുകൾ എല്ലായിടത്തും ഉണ്ട്. ഒരു കോടതിയിൽ പോയി കഴിഞ്ഞാൽ ജഡ്ജിനൊരു യൂണിഫോം ഉണ്ട്, വക്കീലിനൊരു യൂണിഫോം ഉണ്ട്, കക്ഷി നിൽക്കാനൊരു സ്ഥലമുണ്ട്. അപ്പോൾ കക്ഷി പറയുകയാണ്, എന്നോട് ചോദിക്കുന്ന സാധനത്തിന് ഞാൻ മറുപടി പറഞ്ഞാൽ പോരെ, എന്നാൽ ഞാനിവിടെ അങ്ങ് ഇരിക്കാം. അങ്ങനെയെങ്കിൽ ഏത് തരം ആചാരങ്ങൾ, വിശ്വാസങ്ങളാണ് ഈ മാറ്റത്തിന് വിധേയമാകേണ്ടത്? അതൊരു നവോത്ഥാനത്തിൻ്റെയും സോഷ്യൽ റിഫോർമേഷൻ്റെയൊക്കെ ഭാഗമാകുന്നത് ഏത് തരം വിശ്വാസങ്ങളാണ്? പബ്ലിക് ഓർഡർ, ഡീസൻസി, മൊറാലിറ്റി, ഈ 3 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളുമുണ്ടെങ്കിൽ, ഒരാളിനെ ദ്രോഹിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ആചാരം, അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ്. ഇപ്പോൾ നമുക്കറിയാം, ബലിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അല്ലേ? മൃഗബലി ഉണ്ടായിരുന്നു, നരബലി എന്ന് പറയുന്നത് നമ്മൾ ഈ കഥകളിലാണെങ്കിലും മൃഗബലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു, അല്ലേ? എന്നിട്ടോ ഇപ്പോൾ ഹിന്ദു കൾച്ചറിൽ മൃഗബലി കൊടുക്കുന്ന എത്ര സ്ഥലങ്ങളുണ്ട്? ഉണ്ടായിരുന്ന എത്രയോ സ്ഥലങ്ങളിൽ ഇത് മാറിയിട്ടുണ്ട്. ഗുരുതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുമ്പളങ്ങ വെട്ടി ചെയ്യുന്ന പരിപാടിയില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ മാറ്റങ്ങൾ എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. റിഫർമേഷൻ, നവോത്ഥാനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മതിൽ കെട്ടിയത് കൊണ്ടോ സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിച്ചത് കൊണ്ട് നവോത്ഥാനം പൂർത്തിയായി എന്നൊന്നും അർത്ഥമില്ല. നിങ്ങൾ സ്ത്രീകളെ എംപവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഓപ്പർച്യൂണിറ്റി, അവർക്ക് രാത്രി 8 മണിക്ക് ശേഷം പുറത്തിറങ്ങി നടക്കാനുള്ള സ്വാതന്ത്ര്യം, അവർക്ക് ഭയപ്പെടാതെ കഴിയാനുള്ള ഒരു സമൂഹം, അത് നിങ്ങൾക്ക് കൊടുക്കുക. അതല്ലാതെ ആ കാര്യങ്ങളെല്ലാം കുളമാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ,
ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം വയറ്റിൽ സ്ത്രീയുടെ കത്രിക കൊടുത്തിട്ട് വിടുകയാണ്. പക്ഷേ ഞങ്ങൾ ശബരിമലയിലേക്ക് കയറ്റിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ആർക്ക് വേണം? ഓക്കെ, ഇനി കുറച്ച് നമ്മൾ മുന്നേക്ക് വന്നാൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റുമായിട്ടുള്ള അന്ന് ഇന്ത്യയിൽ വളരെയധികം ചർച്ച ചെയ്യുമ്പോൾ ഒരു ആർട്ടിക്കിൾ കണ്ടിട്ട് അർണബ് ഗോസ്വാമി ഒരു ഈവനിങ് ചർച്ചയ്ക്ക് വിളിക്കുന്നു. എനിക്ക് തോന്നുന്നു നിരീക്ഷകരായിട്ടും ചർച്ചയ്ക്കും ഒക്കെയുള്ള ആദ്യത്തെ തുടക്കം അവിടെയാണ്. ഞാൻ ചോദിക്കുന്നത്, അന്ന് അർണബ് ഗോസ്വാമിയുടെ ഒരു കോൾ വരുമ്പോൾ അത് എടുക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ ആ ദിവസം എനിക്ക് എങ്ങനെയായിരുന്നു, ഞാൻ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ശരിയായോ, അല്ലെങ്കിൽ ഞാൻ ഒതുങ്ങിപ്പോയോ, അങ്ങനെ എന്തൊക്കെയായിരുന്നു അന്നത്തെ ചിന്ത, ആ ദിവസം ഒന്ന് ഓർത്തെടുക്കാവോ? അത് എനിക്ക് തോന്നുന്നു ഞാൻ ആ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തു. യാക്കൂബ് മേമൻ്റെ ഹാങ്ങിങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണ്. അന്ന് വലിയ അസാധാരണ നടപടികളാണ് സുപ്രീം കോടതിയിൽ നടന്നത്. തലേന്ന് തൂക്കിക്കൊല്ലുന്നത് രാവിലെ ഒരു ദിവസം 5 മണിക്കാണെങ്കിൽ ആ തലേന്ന് രാത്രി 12 മണിക്കോ മറ്റോ സുപ്രീം കോർട്ട് ഓപ്പൺ ചെയ്ത് വിചാരണ കേട്ട് 2 മണിക്കോ എന്തോ ആണ് ഇത് തന്നെയാണ് ഇതിൻ്റെ ജഡ്ജ്മെൻ്റ് എന്ന് ഫൈനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ആ തലേന്ന് രാത്രിയിലാണ് ഇങ്ങനൊരു അസാധാരണ നടപടി സുപ്രീം കോർട്ടിൽ നടക്കാൻ പോവുകയാണ് രാത്രി 12-ന് എന്നറിഞ്ഞുകൊണ്ടാണ് ഈ ചർച്ച രാത്രി 9 മണിക്കോ മറ്റോ വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ കോൾ വരുന്നു, ടൈംസ് നൗവിലാണെന്ന് അറിഞ്ഞപ്പോൾ കോൾ വരുന്നു. കോൾ വന്നതിന് ശേഷം എന്നോട് പറയുന്നത് ഈ ആർട്ടിക്കിൾ വായിച്ചു ആൻഡ് ഹി വാസ് ഇംപ്രസ്ഡ്. അന്ന് രാവിലെയാണ് ഇത് ഇന്ത്യ ടുഡേ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഒപ്പീനിയൻ പോർട്ടലിൽ ഇത് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഉച്ചയായപ്പോഴത്തേക്ക് ഇത് വായിച്ചു, ഹി ഗോട്ട് ഇംപ്രസ്ഡ്. എന്നിട്ട് ഈ ടോപ്പിക്ക് ഈ പോയിൻ്റ് പറയാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കാനില്ല, കാരണം അതെൻ്റെ സ്ട്രോങ് പോയിൻ്റാണ്. ഇന്നും ക്യാപിറ്റൽ പണിഷ്മെൻറ്റിനെ ഫേവർ ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് അത് സംസാരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി. അപ്പോൾ ഞാൻ റെഗുലറായിട്ട് അങ്ങനെ ചർച്ചകൾ കാണുന്ന ഒരാളൊന്നും അല്ല. ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സ്റ്റുഡിയോയിലോട്ട്. അപ്പോൾ ആ സമയത്ത് അവരുടെ ഒരു പ്രൊഡ്യൂസർ എന്നെ വിളിച്ചതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, ശ്രീ, ദിസ് ഈസ് യുവർ ഫസ്റ്റ് ടൈം റൈറ്റ്? ഞാൻ പറഞ്ഞു, അതെ, ആദ്യത്തെ തവണയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിൻ്റെ രീതിയൊക്കെ അറിയാമല്ലോ അല്ലേ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, എന്താ രീതി, എന്താ കാര്യം പറഞ്ഞാൽ പോരെ? അല്ലല്ല, അങ്ങനെയല്ലേ, ഇവിടെ ഷൗട്ട് ചെയ്യണം, യു ഹാവ് ടു ഷൗട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഐ എം നോട്ട് മെയ്ഡ് ഫോർ ദാറ്റ്, അപ്പോൾ അതുകൊണ്ട് എനിക്കത് പറ്റത്തില്ല, ഞാൻ കാര്യം പറയും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അല്ലല്ല, ഇതിൻ്റെ ടെംപ്ലേറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അതുകൊണ്ട് ഷൗട്ട് അറ്റ് ദ ടോപ്പ് ഓഫ് യുവർ വോയിസ് ഓർ എൽസ് യുവർ വോയിസ് വിൽ നോട്ട് ബി ഹേർഡ്. അപ്പോൾ ഇഫ് യു വാണ്ട് യുവർ വോയിസ് ടു ബി ഹേർഡ്, ഷൗട്ട്. ദാറ്റ്സ് മൈ ഓൺലി അഡ്വൈസ് ഫോർ യു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിതിങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ചിട്ടിരിക്കുക, ഷൗട്ട് ചെയ്യണമല്ലേ. പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഷൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ ഉള്ളത് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് സൺ തുഷാർ ഗാന്ധി ഉണ്ടായിരുന്നു, പിന്നെ സുപ്രീം കോർട്ടിലെ കുറേ അഡ്വക്കേറ്റ്സ് ഉണ്ടായിരുന്നു, ഇവരൊക്കെയാണ് ഇരിക്കുന്നത്. ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഷൗട്ട് ചെയ്യണോ. പിന്നെ ഫസ്റ്റ് ടൈമറുടെ ആ ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ ഞാൻ ഓർത്ത് വേണ്ടെന്ന് വിചാരിച്ചു. ഫൈനലി അർണബ് എല്ലാവരെയും മിണ്ടാതിരുത്തി. എന്നിട്ട് പറഞ്ഞു, ഓക്കെ, വി ഹാവ് എ ഗസ്റ്റ്, പുള്ളിയും സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ എൻ്റെ പോയിൻ്റ് പറയുന്നു, പരിപാടി കഴിയുന്നു. വെദർ ഐ ബിലോങ് ദെയർ എന്ന രീതിയിലത്തേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല ആ സമയത്ത്. കാരണം ഇത് ഒരു വൺ ഓഫ് സാധനം, അതിൽ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത് നമ്മൾ നിരന്തരം. ഓക്കെ, നമ്മൾ ഈ അഭിപ്രായങ്ങളെ പറ്റിയും ചർച്ചയെ പറ്റിയും പറഞ്ഞല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ശ്രീധരൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഇപ്പോൾ ഇന്ത്യ പാക് മത്സരം വരികയാണ്. ശ്രീധർ അത് ടീസ് ചെയ്തിട്ടും അഭിപ്രായം പറഞ്ഞിട്ടും ഒക്കെ എഴുതാറുണ്ട്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ എനിക്ക് തോന്നും, ഇത്രയൊക്കെ അങ്ങോട്ട് കളിയാക്കണോ, ഇത്രയൊക്കെ അഭിപ്രായം പറയണോ? ഒരു ഗെയിമല്ലേ, മൈതാനത്തിനൊരു മാനവികതയില്ലേ, അതിനെ ഇങ്ങനെ രാഷ്ട്രീയം പറയണമെന്നൊക്കെ എനിക്ക് തോന്നും. പക്ഷേ അതേസമയം മറ്റൊരു മനസ്സ് നമ്മളോട് പറയും, അല്ല, ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ്, ഇന്ത്യ പാക് കളി വരുമ്പോൾ അതിനൊരു രാഷ്ട്രീയമുണ്ട്, അത് പറയുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജോലി, അത് ചെയ്യുന്നു. ഇങ്ങനെ പാരലായിട്ടുള്ള ശരികൾ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകും. അപ്പോൾ ഇത്രയും ചർച്ച കടന്നു പോകുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ അയാൾ പറഞ്ഞതും ശരിയല്ലേ, അല്ലെങ്കിൽ ഇതും ശരിയാണ്, അത്തരത്തിലുള്ള അനുഭവങ്ങൾ, ഓർമ്മകൾ, അതെന്താണ്? അത് വളരെ കുറവാണ്. ഇപ്പോൾ ഇത് നമ്മളൊരു ഇമ്പൾസീവായിട്ട് ഇടുന്ന ഒരു കാര്യമല്ല പലതും. ചിലപ്പോൾ നമ്മളൊരു ചർച്ചയിൽ വേണമെങ്കിൽ അങ്ങനെ പറയാം. പക്ഷേ ഞാൻ നോർമലി ചർച്ചയ്ക്ക് പോകുന്ന സമയത്ത് ഞാൻ പ്രിപ്പയർഡായിട്ടാണ് പോവുക. അപ്പോൾ ഞാൻ എന്ത് പോയിൻ്റ് പറയണം, എന്ത് പറയരുത് എന്നതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടാകും. സാധാരണ ഒരു കൺവെൻഷണൽ പൊളിറ്റീഷ്യൻ അത് സാധിക്കണമെന്നില്ല. കാരണം അയാൾക്ക് പല ടൈപ്പ് ഓഫ് എൻഗേജ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് പലപ്പോഴും എന്തെങ്കിലും പറഞ്ഞിട്ട് നാക്ക് പിഴ എന്നൊക്കെ പറയേണ്ടി വരിക. പക്ഷേ നമ്മൾ പറയുകയാണ്, ഞാനിപ്പോൾ ഒരു ഡിബേറ്റിലേക്ക് പോകുമ്പോൾ എനിക്ക് പറയാനുള്ളത് 2 പോയിൻ്റാണ്, അല്ലെ 4 പോയിൻ്റാണ്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി അത്രയും കൺവിൻസ്ഡ് ആണ് എങ്കിൽ, ഞാൻ പൂർണ്ണമായിട്ടും അതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എനിക്കതിനകത്ത് പിന്നെ തിരുത്തലുകളൊന്നും വരുത്തേണ്ടതില്ല. അൺലെസ് നമ്മൾ ഈ പറയുന്നതിനകത്ത് ഇതിൽ ഫാക്ച്വലായിട്ടുള്ളൊരു എറർ ഉണ്ടായിരിക്കണം. എനിക്ക് ഇപ്പോൾ ഈ പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുന്ന സമയത്താണെങ്കിൽ പോലും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എന്ന് പറയുന്നത് അതൊരു ക്രിക്കറ്റ് റൈവൽറി അല്ല. ക്രിക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ദർ ഇസ് നോട്ട് ഈവൻ എ റൈവൽറി, അല്ലേ, വളരെ വൺ സൈഡഡ് ആയിട്ടുള്ള മത്സരങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ഒരു റൈവൽറിയുടെ ഒരു സ്കോപ്പൊന്നും ഇതിനകത്തില്ല. പക്ഷേ അത് പൊളിറ്റിക്സാണ്. എന്തുകൊണ്ടാണ് അതിന് വ്യൂവർഷിപ്പ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ കളിക്കാരെല്ലാം ഭയങ്കര ഫേമസ് ആയതുകൊണ്ടല്ല. ഇന്ത്യൻസ് ആർ ഓൾറെഡി സ്റ്റാർസ്. പാകിസ്ഥാൻ്റെ കളിക്കാരെല്ലാം വലിയ ഫേമസ് ആയതുകൊണ്ടല്ല. പാകിസ്ഥാൻ എന്ന രാജ്യം ഇന്ത്യക്കെതിരെ കളിക്കുന്നു എന്നുള്ളതുകൊണ്ട് ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് പൊളിറ്റിക്സ്. പിന്നെ ഇതിനകത്തിൽ നടക്കുന്ന വേറെ കുറേ കാര്യങ്ങളുണ്ട്. അതിപ്പം
നമ്മൾ പറയുന്നുണ്ട് നമ്മൾ ഹാൻഡ് ഷേക്ക് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് ട്രൂലി ഡിസേർവ് ചെയ്ത് നമ്മൾ കളിച്ച് ജയിച്ച ഏഷ്യ കപ്പിൻ്റെ ട്രോഫി ഇപ്പോഴും നമ്മുടെ അലമാരിയിൽ ഇരിപ്പില്ല. അതെടുത്തുകൊണ്ട് പോകുന്നതാരാ? പാകിസ്ഥാനിലെ ഒരു മന്ത്രിയാണ്. അത് പൊളിറ്റിക്സ് അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരാളിൻ്റെ അടുത്ത് ഇപ്പോൾ തന്നെ നമ്മളിപ്പോൾ ഈ വേൾഡ് കപ്പിൽ കളിക്കുകയാണ്, 2020 വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുക. അതിൽ പാകിസ്ഥാനുമായിട്ട് കളിക്കണോ വേണ്ടയോ? ആരെ വേണ്ടാന്ന് തീരുമാനിച്ചേ? പാകിസ്ഥാനാണ്. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണോ? അല്ല. ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ. ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ കയറി പാകിസ്ഥാൻ അഭിപ്രായം പറഞ്ഞ് ഇന്ത്യയോട് കളിക്കുന്നില്ല എന്ന് പറയുന്നു. എന്നിട്ട് വീണ്ടും കളിക്കാൻ വേണ്ടിയിട്ട് പൈസ കിട്ടത്തില്ല, കളിച്ചേ പറ്റൂ എന്ന് പറയുന്ന സമയത്ത് അവരെ പൊളിറ്റിക്കലി നമ്മൾ ആക്ഷേപിക്കണം. അതല്ലാതെ നമ്മളതിനകത്തിൽ ഗെയിമിൻ്റെ സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഗെയിമിൻ്റെ സ്പിരിറ്റ് കളിക്കുന്നവർ നോക്കിക്കോളും. പക്ഷേ കളിക്കുന്നവർ വീണ്ടും ഹാൻഡ് ഷേക്ക് ചെയ്യില്ല എന്ന് പറയുമ്പോൾ അതിനെ വിമർശിക്കുന്ന പഴയ ഇന്ത്യൻ ക്രിക്കറ്റേഴ്സ് പോലും ഉണ്ട്. പക്ഷേ അന്നേരം നമ്മളവരോട് ചോദിക്കേണ്ടത്, ഗ്രൗണ്ടിൽ നിന്നിട്ട് ഇന്ത്യൻ കാണികളെ നോക്കിയിട്ട് വിമാനം താഴെ വീഴുന്നു എന്ന് കാണിച്ചത് പാകിസ്ഥാൻ കളിക്കാരാണ്, അവരുടെ സർക്കാരിൻ്റെ ആൾക്കാരല്ല അല്ലേ? ഹാരിസ് റൌഫിനെ പോലെയുള്ള കളിക്കാരാണ് അവിടെ നിന്ന് കാണിച്ചത്, നിങ്ങളുടെ ജെറ്റ് ഞങ്ങൾ വെടിവെച്ച് വീഴ്ത്തി എന്ന് കാണിച്ചത്. അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. നമ്മുടെ ട്രോഫി, ഡിസേർവിംഗ് ആയിട്ടുള്ള ട്രോഫി എടുത്തുകൊണ്ട് പോവുക എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ഹാൻഡ് ഷേക്ക് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ്, കാരണം അത് പൊളിറ്റിക്സാണ്. അപ്പോൾ ഈ വിരാട് കോഹ്ലിയെ പോലുള്ള ആൾക്കാർ ഷൂസൊക്കെ കെട്ടിക്കൊടുക്കുന്നു, അത്തരം ജസ്റ്റേഴ്സ് അത് ചിലപ്പോൾ ബോധപൂർവമായ ജസ്റ്റേഴ്സ് തന്നെയായിരിക്കും. അത് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ആൾക്കാർ ചെയ്യുന്നൊരു കാര്യമാണ്. അത് സ്പോർട്സ്മാൻ സ്പിരിറ്റാണ്, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇപ്പോഴും ഈ സംഘർഷം നടക്കുന്ന സമയത്ത് ഇവരാരും ഇത് ചെയ്യാറില്ല. അതിനു മുമ്പ് അത് ചെയ്യാറുണ്ട്, അതിനകത്തിൽ യാതൊരു പ്രശ്നവുമില്ല. ഇപ്പോൾ അത് തന്നെയല്ല, ഇപ്പം വസീം അക്രം അതിനകത്തിലെ കമൻറ്റേറ്ററാണ്, രോഹിത് ശർമ്മ ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡറാണ്. വസീം അക്രവും രോഹിത് ശർമ്മയും ഒന്നിച്ചാണ് ഈ ട്രോഫിയും കൊണ്ട് പോകുന്നത്. അതിൽ പ്രശ്നമില്ല, കാരണം അവിടെ വസീം അക്രം പാകിസ്ഥാൻ്റെ റെപ്രസെൻറ്റേറ്റീവും രോഹിത് ശർമ്മ ഇന്ത്യയുടെ റെപ്രസെൻറ്റേറ്റീവും അല്ല. രോഹിത് ശർമ്മ ഈ ഫോർമാറ്റിൽ നിന്ന് റിട്ടയർ ആയിരിക്കുന്ന ക്രിക്കറ്ററാണ്. അദ്ദേഹം അവിടെ ICCയുടെ അംബാസഡറായിട്ടാണ് പോകുന്നത്. അപ്പം റോള് ഡിഫറൻ്റ് ആണ്. അതിൻ്റെ തുടർച്ചയായി ചോദിക്കട്ടെ, ഈ ചർച്ചകളിലൊക്കെ ചിലപ്പോൾ വലിയ ഡിബേറ്റ് നടക്കാറുണ്ടല്ലോ, അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഒരു ദേഷ്യമോ അല്ലെങ്കിൽ സംസാരിച്ചതിൻ്റെ ഒരു രസലോ ഇതൊക്കെ മനസ്സിൽ സൂക്ഷിക്കാറുണ്ടോ? അല്ല പക്ക പ്രൊഫഷണലായിട്ട് അത് കട്ട് ചെയ്തിട്ടാണോ പോകുന്നത്? അതെങ്ങനെയാണ് ആ പ്രോസസ്? ഒട്ടും സൂക്ഷിക്കാറില്ല, ഒട്ടും വരാറില്ല. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ ചർച്ചയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ടൈം ബൗണ്ടാണ്, ഇത്ര സമയമുള്ളൂ, അതിൽ ഇന്ന സമയങ്ങളിൽ പരസ്യത്തിൻ്റെ സ്ലോട്ടുകൾ കാണിക്കണം. അപ്പോൾ ചിലപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആർഗ്യുമെൻറ്റ് ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല, സാധിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ചിലപ്പോൾ നമ്മൾ പറയുമായിരിക്കും. അതായത് ഇതും കൂടി അതിനകത്തിലുണ്ടെന്ന് പറഞ്ഞ് ചിലപ്പോൾ ഒരു പോസ്റ്റ് ഇടുകയോ ഒരു വീഡിയോ ചെയ്യുകയോ ഒക്കെ ചെയ്യുമായിരിക്കും. അതല്ലാതെ ഒരു ഗ്രഡ്ജ് എന്ന രീതിയിലത്തേക്ക് നമ്മൾ ഒരു ഓപ്പോസിറ്റ് പാനലിസ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ആ രീതിയിലല്ല. പോയിൻറ്റ്സ് വെച്ചിട്ട് ചിലപ്പോൾ നമ്മൾ ഫർദറായിട്ട് എന്തെങ്കിലും പറഞ്ഞു തന്നിരിക്കാം, പക്ഷേ ഒരിക്കലും അത് പേഴ്സണലല്ല. ഇപ്പോൾ ഞാൻ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ CPM എന്നെ ചർച്ചകളിൽ ബഹിഷ്കരിച്ചതാണ്. CPMൻ്റെ എത്രയോ ആൾക്കാരുമായിട്ട് നല്ല ഒരസലുകൾ ചർച്ചയിലുണ്ടായിട്ടുണ്ട്, പക്ഷേ പേഴ്സണൽ റിലേഷൻഷിപ്പിലൊന്നുമില്ല. ഇപ്പോൾ ഞാൻ ഷംസീറും കൂടിയുള്ള ചില ചർച്ചകളൊക്കെ ഉണ്ട്, ഇപ്പോഴും ആൾക്കാർ കാണുന്ന സമയത്ത് അഭിപ്രായം പറയാറുണ്ട്. ഇപ്പോൾ ഈ നിയമസഭയിൽ പുസ്തകോത്സവം വരുന്ന സമയത്ത് ഞാനവിടെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോയപ്പോൾ ഷംസീർ ഇപ്പോൾ സ്പീക്കറാണല്ലോ, അദ്ദേഹം എന്നെ അവിടെ കണ്ടപ്പോഴത്തേക്ക് ഓടി എൻ്റെ അടുത്ത് വന്നിട്ട് സൗഹൃദം പുതുക്കിയിട്ട് പോയാണ്. അദ്ദേഹത്തിനും ആഗ്രഹിച്ചില്ല, എനിക്കും ആഗ്രഹിച്ചില്ല. അവിടെ ഞാനത് എൻ്റെ ടേണിൽ ഞാനവിടെ ഈ ഇവൻറ്റിൻ്റെ ഒരു സംഘാടന മികവിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഒന്നാമത് പേരെടുത്ത് പറഞ്ഞ് പ്രശംസിച്ചതും ഷംസീറിനെയാണ്. നമ്മൾ അത് മനസ്സിൽ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് പറയാൻ പറ്റില്ല, ഓണസ്റ്റായിട്ട് അങ്ങനെ ഒരു അഭിപ്രായം ചെയ്യാനും പറ്റില്ല. ഇത് പ്യുവർലി നമ്മുടെ ഒപ്പീനിയനാണ്. ഈ രാഷ്ട്രീയക്കാരുടെ ഒരു വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ അവരിതിൽ ഓക്കെയാണ്. കാരണം അവർ ഈ പൊതുപ്രവർത്തകരെന്നുള്ള ഒരു കുപ്പായം ഇട്ടിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അത് CPMകാരനായാലും കോൺഗ്രസ്സുകാരനായാലും BJPക്കാരനായാലും അവൻ്റെ പാർട്ടിയെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് അവൻ അഭിപ്രായം പറയുന്ന സമയത്ത് അവൻ അടിക്കും പോരാടും ഒക്കെ ചെയ്യും. പിന്നെ ഈ പാർട്ടിയുടെ ഒപ്പീനിയൻ പറയുന്ന പല ആൾക്കാരും CPM, കോൺഗ്രസ്, BJP വ്യക്തിപരമായിട്ടുള്ളവരുടെ കാഴ്ചപ്പാട് അതാവണം നിർബന്ധമൊന്നുമില്ല. അതിനവർ പറയുക എന്നുള്ളതാണ് അവരുടെ ജോലി. അതിനുവേണ്ടിയിട്ട് അവർ വന്ന് പറയുന്നു. എന്നോട് വ്യക്തിപരമായിട്ട് ചർച്ചയിൽ പോരാടിയിട്ടുള്ള പല ആൾക്കാരും ഈ ചർച്ച കഴിയുന്ന സമയത്ത് അവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ എൻ്റെ ഒപ്പീനിയനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ഈ ക്യാമറ ഓൺ ആയിരിക്കുന്ന സമയത്ത് അവർക്കത് പറയുക എന്നുള്ളത് അവരുടെ ഡ്യൂട്ടിയാണ്, അതവർ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയക്കാർക്ക് പെട്ടെന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോകാനും പറ്റുക. ഇപ്പോൾ നമ്മൾ കണ്ടതല്ലേ, സന്ദീപ് വാര്യർ പാർട്ടി മാറിയപ്പോൾ ഒരുപാട് ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്തു. പക്ഷേ അദ്ദേഹം പറഞ്ഞത് എന്താ, ഞാൻ അവിടെ നിന്ന് അത് പറയുന്നത് എൻ്റെ അഭിപ്രായമായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞ എക്സാക്റ്റ് കാര്യമാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. എല്ലാ രാഷ്ട്രീയക്കാർക്കും അങ്ങനെ. ഇപ്പോൾ ഐഷ പോറ്റി എത്രയോ കാലം വളരെ സ്ട്രോങ് ആയിട്ട് CPMനോടൊപ്പം നിന്നു. ഇപ്പോൾ കോൺഗ്രസ്സിലേക്ക് പോകുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ വരുന്നത് എവിടെയൊക്കെയോ ചില താല്പര്യങ്ങളുമായിട്ട് ചേർന്ന് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടാണ്. നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ ഗുണവത, നമുക്ക് പാർട്ടിയിൽ അംഗത്വം ഇല്ല ഒരു പാർട്ടിയിലും. അതുകൊണ്ട് അവരുടെ ശരിയും തെറ്റും നമ്മുടെ ശരിയും തെറ്റും ആവണമെന്നില്ല.
അവരുടെ തെറ്റിനെ നമുക്ക് തെറ്റാണെന്ന് പറയുന്നതിന് കുഴപ്പമില്ല. പക്ഷേ വൺസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആനന്ദം കേട്ട് നെഞ്ചത്തെ കൈ വെച്ചിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് എടുക്കാനായിട്ട് ബാധ്യസ്ഥരാകും. ഓക്കെ, ഈ പറയാറുണ്ട് എം സ്വരാജും ശ്രീജിത്ത് പണിക്കരും വന്നാൽ അടിപൊളിയായിരിക്കും എന്നൊക്കെ പറയുന്നവരുണ്ട്. അതുപോലെ ഇംപ്രസ് ചെയ്തിട്ടുള്ള എതിരാളികൾ അല്ലെങ്കിൽ സംസാരിച്ച് കൊള്ളാലോ എന്നൊക്കെ തോന്നിയ ആരുടെയെങ്കിലുമൊക്കെ പേര് പറയാം. എനിക്ക് വലിയ ഇഷ്ടമാണ് NK പ്രേമചന്ദ്രൻ ചർച്ചകളിൽ. കാരണം മാറ്റർ ഓഫ് ഫാക്റ്റായിട്ട് സംസാരിക്കും. എല്ലായ്പ്പോഴും വളരെ വളരെ സ്പെസിഫിക് ആയിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിന്ന് സംസാരിക്കും. MB രാജേഷിനെ എനിക്ക് ചർച്ചകളിൽ ഇഷ്ടമാണ്. ഞങ്ങൾ ഇഷ്ടംപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടിയിട്ടുണ്ട്. അത് പിന്നീട് ഫേസ്ബുക്കിൽ കൊണ്ടുവന്നിട്ട് അടികൂടിയിട്ടുണ്ട്, അത് വാർത്തകളായിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ അദ്ദേഹത്തിനെ റെസ്പെക്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സൈഡിൽ നിന്ന് ഒരു ആർഗ്യുമെൻറ്റിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യാനായിട്ട് നല്ല സ്കില്ലുള്ള ഒരാളാണ് അദ്ദേഹം. തന്നെയുമല്ല, പാർട്ടി പ്രതിസന്ധിയിലാകുന്ന വിഷയങ്ങളിലും അദ്ദേഹം അത്യാവശ്യം ഗംഭീരമായിട്ട് അദ്ദേഹത്തിൻ്റെ പോയിൻ്റ് അവതരിപ്പിക്കാറുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സംഭവമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇംപ്രഷൻ ഒരു ഘട്ടത്തിൽ തോന്നിയിരുന്ന പല ആൾക്കാരുമുണ്ട്. പക്ഷേ പിന്നീട് ഏതെങ്കിലും ഒരു ഘട്ടം വരുന്ന സമയത്ത് ഇംപ്രഷൻ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആൾക്കാരുമുണ്ട്. പക്ഷേ ഈ രണ്ടാൾക്കാർ ഇറസ്പെക്റ്റീവ് ഓഫ് ഓൾ ഡിഫറൻസസ് എനിക്ക് വലിയ താല്പര്യമുള്ളതാണ്. അവരോട് ചർച്ചകളിൽ ഇരിക്കാനായിട്ട് വലിയ താല്പര്യമാണ്. ഇനി നമുക്കൊരു അർണബിൻ്റെ കളരിയിലേക്ക് തിരിച്ചു പോയാലേ, പെട്ടെന്നൊരു കോള് വരുന്നു, ഇന്ന് ഈവനിങ് ചർച്ചയ്ക്ക് വരുമെന്ന്. അന്ന് ശ്രീജിത്തിന് അത് പോകാൻ സാധിക്കുന്നത് 10ാം ക്ലാസ് വരെ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ടും ഇംഗ്ലീഷിൽ പിടിപാടുള്ളത് കൊണ്ടാണ്, നന്നായി സംസാരിക്കാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ്. ഇതേപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കലും ഒരു 5ാം ക്ലാസ്സിൽ എന്തോ പഠിക്കുമ്പോൾ ഒരു അധ്യാപകൻ, എനിക്ക് തോന്നുന്നു അബ്ദുൽ ഖാദർ റാവുത്ത് എന്ന് പറയുന്ന സാറ് ക്ലാസ്സിലേക്ക് വന്നിട്ട് പറയുന്നു, ഈ വാക്കുകളുടെയൊക്കെ ഇംഗ്ലീഷ് അറിയാമോ എന്ന് ചോദിക്കുന്നു. അന്ന് അറിയാതിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഡിക്ഷണറി നോക്കി ഇത്തരം ഇംഗ്ലീഷ് വാക്കുകൾ പഠിക്കണമെന്ന് അദ്ദേഹം പറയുകയും അത് ഗൗരവത്തിലെടുക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് സാറിൻ്റെ സ്ഥാനത്ത് ശ്രീജിത്തിനെ സങ്കല്പിച്ചിട്ട് ഞാൻ അടുത്ത തലമുറയോട് പറയാൻ ചോദിക്കുകയാണ്, എത്ര ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഇംഗ്ലീഷ് നന്നായി കൈകാര്യം ചെയ്യാൻ പഠിക്കുക എന്നുള്ളത്? ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ വേണമെങ്കിൽ നമുക്ക് ഈ AI ഒക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഫോണിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ആപ്പുകളുണ്ട്, കീബോർഡ് ആപ്പുകളുണ്ട്. നമ്മളൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടോൺ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം, അത് ഒഫെൻസീവ് അല്ലാതെ പൊളൈറ്റായിട്ട് എങ്ങനെ മാറ്റാം, അതിൻ്റെ സജഷൻസ് തരിക, ഇതിനൊക്കെ ചെയ്യുന്ന ആപ്പുകളുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മളെ റിട്ടൺ കമ്മ്യൂണിക്കേഷന് മാത്രമേ ഹെൽപ്പ് ചെയ്യുള്ളൂ. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് നമുക്ക് ആരെയും ഇമ്പ്രസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല എന്നാണ് എൻ്റെ ഫീൽ. കാരണം അത് പലപ്പോഴും അതിൻ്റെ ലിമിറ്റഡ് സ്കോപ്പാണുള്ളത്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അയാൾ സംസാരിക്കുന്ന ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ വരുന്ന സമയത്ത് അയാളുടെ പാസ്റ്റ് റിട്ടൺ കമ്മ്യൂണിക്കേഷനും ഈ വെർബൽ കമ്മ്യൂണിക്കേഷനും തമ്മിൽ വലിയ അന്തരമുണ്ട് എങ്കിൽ നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഇംപ്രഷനും നഷ്ടപ്പെടും. അപ്പം നമുക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യുക, എൻ്റെ ഒരു പോയിൻ്റ്, ആ പോയിൻ്റ് ആർട്ടിക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചേ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ഇമ്പ്രസ് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്കൊരു വൈഡ് റേഞ്ച് ഓഫ് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ, അങ്ങനെയുള്ള ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭാഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ഒപ്പം ലോകത്തും ഏത് പ്രൊഫഷനിലാണെങ്കിലും നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. അതല്ലാതെ അവർ നമ്മളെ കോളനൈസ് ചെയ്തു അതുകൊണ്ട് ഇംഗ്ലീഷിനോട് എനിക്ക് അവേർഷൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു ഫസ്റ്റ് ഇൻഹിബിഷൻ ഉണ്ടാവരുത്. രണ്ട്, നമ്മളൊരു സ്റ്റേജിലിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റേജ് ഫിയർ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ആ സംസാരിക്കുന്ന കാര്യത്തിനെക്കുറിച്ച് അബ്സല്യൂട്ട് കോൺഫിഡൻസ് ഉണ്ടാകണം. ഈ കാര്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. ഇപ്പോൾ എനിക്കറിയാവുന്ന പല സുഹൃത്തുക്കളുണ്ട്, ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷ് ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് കോഴ്സുകൾക്ക് പോവുക, ആപ്പുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകും. പക്ഷേ പ്രാക്ടിക്കലി എത്രത്തോളം അതൊക്കെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതിനെപ്പറ്റി എനിക്ക് അറിയില്ല സത്യത്തിൽ. അപ്പോൾ അത് ശരിക്കും വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഭാഷ കാര്യമായിട്ട് ഉപയോഗിക്കണം, സംസാരിക്കണം. അതെങ്ങനെയാണ് മറ്റുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നതെന്നുള്ളത് ചിന്തിക്കുക കൂടി വേണം, അത് മനസ്സിലാക്കാൻ കൂടി ശ്രമിക്കണം. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞിരിക്കുന്ന ഒരു സുഹൃത്തുണ്ട്, വളരെ ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ്. നമ്മൾ ഈ IT-യിലൊക്കെ ഉപയോഗിക്കുന്ന ചില സോഫ്റ്റ്വെയർ മോഡലുകൾ പുള്ളി സ്വന്തമായിട്ട് സമയമെടുത്ത് അതിൻ്റെ ഒരു മിനിയേച്ചറൊക്കെ പുള്ളി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് അത്രത്തോളം പുള്ളിയുടെ ടെക്നിക്കൽ നോഹവിൽ എനിക്ക് ഉറപ്പുള്ള ആളാണ്. പക്ഷേ ആളിനെ സംബന്ധിച്ചിടത്തോളം കോൺഫിഡൻസ് ഇല്ല, ഒരു ഇൻ്റർവ്യൂവിന് അപ്പിയർ ചെയ്യാനായിട്ടുള്ള കോൺഫിഡൻസ് ഇല്ല. ഈ സാധനം ഞാൻ ഉണ്ടാക്കിയതാണ്, ഇതിങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്ന് പറയാനുള്ള കോൺഫിഡൻസ് ഇല്ല. എഴുതി കാണിക്കാൻ പറ്റും, പക്ഷേ സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എടാ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷ് ഉപയോഗിക്കണമെങ്കിൽ ഇംഗ്ലീഷ് കണ്ട് സംസാരിച്ച് ശീലിച്ച് വരണം. മറ്റുള്ള ആൾക്കാർ സംസാരിക്കുന്നത് ശ്രദ്ധിക്കുക. അതിൽ ഈ നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളത് നോക്കുക, ഫിലിംസിൽ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത് നോക്കുക. കുറച്ചുകൂടെ കാഷ്വലായിരിക്കും. ഇപ്പോൾ BBC-യിൽ കാണുന്ന പോലെ ആയിരിക്കത്തില്ലല്ലോ ഫിലിംസിലുള്ളത്. അതുകൊണ്ട് അത് ചെയ്യുക. ഇന്ത്യക്കാരെങ്ങനെ ഉപയോഗിക്കുന്നു എന്നറിയണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഡിബേറ്റുകൾ, ന്യൂസ് ഇത് കാണുക. ഇത് മൂന്നും കൊണ്ടുപോകുക, ഏതെങ്കിലും ഒന്നല്ല, മൂന്നും ശീലിക്കുക എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവനൊരു വ്രതം പോലെ ഈ സംഭവത്തിനെ സ്വീകരിച്ചു. അതിനുശേഷം റിമാർക്കബിൾ ഇമ്പ്രൂവ്മെൻ്റാണ് ഉണ്ടായത്. സമയമെടുത്തു,
പക്ഷേ അത് പുള്ളിയുടെ ഒരു ഡെഡിക്കേഷനാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അത് നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് വേണ്ടുന്ന ഒരു സ്കിൽ സെറ്റാണ്. നമുക്കൊരാളിനെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വഴിയാണ്, റിട്ടൺ മാത്രമല്ല. ഞാൻ പറയുന്നത് സ്പോക്കൺ കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ അതിൽ ഭാഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും ബിഗ്ഗസ്റ്റ് പീസ് ഓഫ് അഡ്വൈസായിട്ട് ഞാൻ കരുതുന്നത് അബ്ദുൽ ഖാദർ റാവുത്തർ സാറ് അന്ന് കയറി വന്നിട്ട് നിങ്ങളിത് ചെയ്യണം, ഇത് പഠിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഒരുപക്ഷെ എൻ്റെ വൊക്കാബുലറി ഇമ്പ്രൂവ് ആവുന്നതിന്, ലാംഗ്വേജ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റുന്നതിന് ഒക്കെ അതാ സാധിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ പല ആൾക്കാരുടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ മലയാളത്തിൽ ചിന്തിച്ചിട്ട് നമ്മൾ ഇംഗ്ലീഷിനെ അതിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ പ്രിപ്പോസിഷനെ പറ്റിയൊക്കെ ഇങ്ങനെ ചിന്തിക്കും. ഇവിടെ ഏതാ വേണ്ടത്, ടു ആണോ, അത് വേണോ, ഇത് വേണോ, ഇങ്ങനെ ചിന്തിക്കും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെപ്പറ്റി നമ്മൾ വറീഡാണ്. ഞാൻ ഉപയോഗിക്കുന്ന ടെൻസ് കറക്റ്റാണോ അല്ലയോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ചിന്തിക്കണം. ഞാൻ പറഞ്ഞാൽ അങ്ങനെ ബോദർ ചെയ്യണ്ട. ബോദർ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ പ്രശ്നം ഉണ്ടാവുക. നമ്മൾ സംസാരിക്കുക, കോൺഫിഡൻ്റായിട്ട് സംസാരിക്കുക. പിന്നെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന മൾട്ടിപ്പിൾ സാധനം, ക്രിക്കറ്റ് കമൻട്രി കാര്യമായി ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. കാരണം അതിൽ ഇന്ത്യൻ സ്പീക്കേഴ്സ് ഉണ്ട്, അതിൽ ഫോറിൻ സ്പീക്കേഴ്സ് ഉണ്ട്, പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരു റിക്കി പോണ്ടിങ് സംസാരിക്കുന്ന രീതിയിലല്ല ഇപ്പോൾ വേറെ ആരോ ഒരു ടോണി ഗ്രെഗ് സംസാരിച്ചിരുന്നത്, അതേപോലെ അല്ല ഒരു രവിശാസ്ത്രി പറയുന്നത്, നാസർ ഹുസൈൻ പറയുന്നത്, അങ്ങനെയല്ല. ഓരോരുത്തരുടേത് ഓരോ രീതിയിലാണ്. ഫുട്ബോൾ കമൻട്രി ഇതേപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്ക് നാച്ചുറലി നമ്മൾ സിങ്ക് ആവും, ഇൻ ട്യൂണാവും. അത് സ്വാഭാവികമായിട്ട് വരുന്നൊരു പ്രോസസ്സാണ്. അതിനോടുള്ള ഭയം കാരണമാണ് നമ്മളിത് പറ്റില്ല എന്ന് പറയുന്നത്. അങ്ങനെയല്ല. ആർട്ടിക്കുലേഷൻ സ്കിൽ എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ഏത് ഭാഷയിൽ സംസാരിക്കുന്നോ ആ ഭാഷയിൽ ചിന്തിക്കാനും അത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ ചിന്തിക്കാനും ഒക്കെ സാധിക്കും. അത് ഒരു ഈ പറഞ്ഞ പോലെ ശീലിച്ച് എടുക്കാൻ പറ്റുന്നൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇന്നത്തെ ജനറേഷനിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നാച്ചുറലായിട്ട് ഇത് വരുന്നുണ്ട്. ഇത് പറയുമ്പോൾ സ്വാഭാവികമായി തോന്നുന്നൊരു സംശയമാണ്. ഇതിന് രാഷ്ട്രീയ, ചരിത്ര, പ്രായോഗിക മാനങ്ങളുണ്ടെന്ന് അറിഞ്ഞ് തന്നെയാണ് ചോദിക്കുന്നത്. ഹിന്ദിയുടെ കാര്യത്തിലും ഇത് തന്നെയാണോ ആപ്ലിക്കബിൾ, അല്ലെങ്കിൽ ഹിന്ദി നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്നതിന് മറ്റെന്തെങ്കിലും മാനങ്ങളുണ്ടോ? ഹിന്ദി പഠിക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല. ഇപ്പം ഞാൻ 10ാം ക്ലാസ് വരെ ഹിന്ദി പഠിച്ചയാളാണ്. എനിക്കൊരു ഓപ്ഷൻ കിട്ടുന്നത് പ്രീ ഡിഗ്രിക്കാണ്. അന്ന് എനിക്ക് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ഹിന്ദി, മലയാളമായിരുന്നു. ഞാൻ മലയാളം ചൂസ് ചെയ്തു. ഞാൻ 10 വരെയാണ് ഹിന്ദി പഠിച്ചിരിക്കുന്നത്. അതിനുശേഷം പഠിച്ചിട്ടില്ല. എൻ്റെ മോള് 7th വരെ എന്തോ ഓർക്കുള്ളൂ, ICSE സിലബസാണ്. 8th കഴിയുന്ന സമയത്തേക്ക് അവർക്ക് ഹിന്ദി ഓപ്ഷണലാണ്. അപ്പോൾ അവൾക്ക് അതില്ലാതെ വേറൊരു ലാംഗ്വേജ് ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഭാഷ പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അത് ഹിന്ദി ആയിക്കോട്ടെ, തമിഴായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ഇന്ത്യയിൽ മൊത്തത്തിലൊരു ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് എന്ന രീതിയിലത്തേക്കും നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോവുകയാണെങ്കിലും ഇംഗ്ലീഷ് അറിയാത്ത ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് സർവൈവ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഹിന്ദിയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ എന്ന് കരുതി ആ ഭാഷയെ നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കണം എന്ന രീതിയിലത്തേക്ക് അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ വാദം. അതെല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ എനിക്ക് ഹിന്ദി പഠിക്കണ്ട, എന്നെ നിർബന്ധമായിട്ട് എന്നെ ഹിന്ദി പഠിപ്പിക്കേണ്ട എന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഒരു ലിങ്ക് ലാംഗ്വേജ് വേണോ? ഇപ്പോൾ അമിത് ഷാ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പ്രസംഗങ്ങളിൽ പറയുന്നത് ഹിന്ദി ഒരു ലിങ്ക് ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ഞാൻ പറയുന്നത് ഇന്ത്യക്ക് ലിങ്ക് ലാംഗ്വേജ് ആവശ്യമില്ല. ഇംഗ്ലീഷ് ഈസ് ഓൾറെഡി ദെയർ. അപ്പോൾ നമ്മളുടെ ഭരണഘടനയുടെ കോപ്പിയിലാണെങ്കിലും നമ്മുടെ ജഡ്ജ്മെൻറ്റുകളിലാണെങ്കിലും നമ്മുടെ വാർത്തകളിലാണെങ്കിലും ഗവൺമെൻറ് ഓർഡറുകളിലാണെങ്കിലും എല്ലാം ഹിന്ദിയുണ്ട്, ഇംഗ്ലീഷുണ്ട്. ഈ ഇംഗ്ലീഷ് ഈസ് ഇനഫ്. എല്ലാവർക്കും അത് അവരുടെ ഫ്യൂച്ചറിന് കൂടി ആവശ്യമായിട്ടുള്ള രീതിയിലത്തേക്ക് അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് എവിടെയെങ്കിലും ഒരു കൾച്ചറിലേക്ക് നിർബന്ധമായിട്ട് അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല. പിന്നെ പുതിയ എഡ്യൂക്കേഷൻ പോളിസി വന്നപ്പോൾ ഹിന്ദി മാൻഡേറ്ററിയുമല്ല, നമുക്ക് ചോയ്സാണ്. ഏത് ഭാഷ വേണമെന്നുള്ളത് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ അതിനെപ്പോലും അറിയാതെ അതിനെ ഹിന്ദി വിരുദ്ധത എന്ന രീതിയിലത്തേക്ക് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അങ്ങനെയില്ല. ബോട്ടം ലൈൻ, ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഹിന്ദി പഠിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. പുതിയ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് ചോയ്സുമാണ്. ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു ഡിവിഷൻ ഇങ്ങനെ വരും, നോർത്ത് സൗത്ത് എന്നുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ തുടർച്ചയായി ചോദിക്കട്ടെ. ഇപ്പോൾ വിവാദമായി നിൽക്കുന്ന അല്ലെങ്കിൽ കത്ത് നിൽക്കുന്ന ഒരു വിഷയം, കേരള സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ട് വന്നു, ട്രെയിലർ വന്നു. എങ്ങനെയാണ് ഈ പ്രൊപ്പഗാൻഡ വർക്ക് ചെയ്യുന്നത്? ശരിക്കും ഒരു ബിഗ് ലൈ പോലെ ഇത്രയും ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് തോന്നിപ്പിക്കാനാണോ, അല്ലെങ്കിൽ ആ പ്രൊപ്പഗാൻഡ ശരിയാണോ? അത് എത്രമാത്രം നമ്മളെ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെയും അടുത്ത തലമുറയൊക്കെ എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്നാണ് തോന്നിയിട്ട്? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കേരള സ്റ്റോറി 2 എന്ന് പറയുന്നത് 1ൻ്റെ തുടർച്ച എന്ന രീതിയിലാണ് നമ്മൾ കാണുക. 1ൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ, അതിൽ നമ്മൾ സിനിമയിൽ കാണുന്നത് എന്തൊക്കെയാണോ അത് സത്യമായി സംഭവിച്ച കാര്യമാണ്. ആ കാര്യം ഇത് സംഭവിച്ചതാണ് എന്ന് നിയമസഭയിൽ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ നിയമസഭാ വെബ്സൈറ്റിലുണ്ട്. അന്ന് എം രാജഗോപാലൻ, CPMൻ്റെ എനിക്ക് തൃക്കരിപ്പൂരിലെ MLA ആയിരുന്നു തോന്നുന്നു, അദ്ദേഹം, PT തോമസ്, O രാജഗോപാൽ, രമേശ് ചെന്നിത്തല, ഇവരെല്ലാവരും പങ്കെടുത്ത ഒരു ഡിബേറ്റിൽ ഓരോരുത്തരും അതാത് മണ്ഡലങ്ങളിലുള്ള ഇങ്ങനെ പോകുന്ന ആൾക്കാരെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ ISL ചേർന്നു, ഇതെല്ലാം പറയുന്നുണ്ട്.
അന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ പറഞ്ഞിരുന്നത് ഇത് വലിയൊരു മെനേസാണ്, ഒരു ത്രെട്ടാണ്, അപ്പോൾ ഇതിനെ നമുക്ക് ഓവർകം ചെയ്യേണ്ടതുണ്ട്, എന്നിട്ട് ആരൊക്കെയാണ് എവിടെ നിന്നാണ് പോയതെന്നുള്ള ഡീറ്റെയിൽസ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കണക്കുകളിലാണ് അതൊരു പിശക്. കണക്കുകളിലാണ് പ്രശ്നം. കണക്ക് പക്ഷേ ആ സിനിമയുടെ സ്റ്റോറിയുടെ ഒരു കോർ ഭാഗമല്ല. അപ്പോൾ അതവരുടെ ട്രെയിലറിൽ ഉപയോഗിച്ചിട്ടുണ്ടാകും, ഏതോ ഡയലോഗിൽ വരുന്നുണ്ട്. അതിൻ്റെ പേരിൽ ആ തീം തെറ്റാണെന്ന് പറയുന്നത് ശരിയല്ല. കാരണം ആ തീം അതിൽ കാണിക്കുന്ന ഇതിവൃത്തം എന്ന് പറയുന്നത് സംഭവിച്ച കാര്യമാണ്. അതിൻ്റെ ഒരു സിനിമാറ്റിക് അഡാപ്റ്റേഷൻ മാത്രമാണത്. ഇനി കേരള സ്റ്റോറി 2 വന്നാൽ സിനിമ വന്നിട്ടില്ല. നമ്മളതിൻ്റെ ട്രെയിലർ കണ്ടു. ട്രെയിലറിൽ ഒരു ഭാഗത്ത് കാണുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുന്നത് ബീഫ് എന്തോ വായിലേക്ക് നിർബന്ധമായിട്ട് തള്ളിക്കയറ്റുന്നു. എനിക്കതിൽ 2 വ്യൂ ഉണ്ട്. ഒന്ന്, അതൊരു സിനിമാറ്റിക് സാധനമായിട്ട് ഒരാളിൻ്റെ ഫിക്ഷൻ, അയാളുടെ എന്താ പറയുന്നത്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആണ് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഫൈൻ. പക്ഷേ ഈ ട്രെയിലറിൻ്റെ തുടക്കത്തിൽ എഴുതി കാണിക്കുന്നത് ഇൻസ്പയർഡ് ബൈ ട്രൂ ഇവൻറ്റ്സ് എന്നാണ്. അങ്ങനെ ഒരു ട്രൂ ഇവൻ്റ് ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. ഏതെങ്കിലും ഒരു യുവതി ബീഫ് കഴിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നീ കഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് വായിലേക്ക് കുത്തിക്കയറ്റിയതായിട്ടുള്ള ഒരു ട്രൂ ഇവൻ്റ് ഞാൻ കണ്ടിട്ടില്ല. മുസ്ലിം യുവതി അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഒരു ഹിന്ദുവിൻ്റെ വായിലേക്ക് ഒരു മുസ്ലിം യുവതി തട്ടമൊക്കെ ഇട്ട് ഇത് കുത്തിക്കയറ്റുന്നതായിട്ടുള്ള ഒരു ട്രൂ ഇൻസിഡൻറ്റ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ശ്രദ്ധിച്ചിട്ടുമില്ല, അങ്ങനെ കണ്ടിട്ടുമില്ല. എൻ്റെ അറിവിൽ അത് ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ഇവിടെ നടന്നിരിക്കുന്ന ട്രൂ ഇവൻ്റാണെന്ന് എനിക്കറിയില്ല. സിനിമയിൽ അവർ അത് പറയുന്നുണ്ടോ എന്നുള്ളതിനെപ്പറ്റി എനിക്കറിയില്ല. നിലവിൽ നമ്മൾ കണ്ടിരിക്കുന്നതനുസരിച്ചിട്ട് അങ്ങനെ ഒരു ട്രൂ ഇവൻറ്റ് നമ്മളാരും കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ പറയണം, അല്ലേ, ഇത് വിവാദമാകുന്ന സാഹചര്യത്തിൽ ആരെങ്കിലും പറയണത് ഇന്നടത്ത് ഇത് നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഓക്കെ. പക്ഷേ അത് കണ്ടിട്ടില്ല. അങ്ങനെ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യത്തിനെ നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവന്നിട്ട് പറയുക എന്ന് പറയുന്നത് തെറ്റാണ്, ഒരു ഡൗട്ടുമില്ല. അപ്പോൾ കേരള സ്റ്റോറി 1 സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. ഞാൻ തന്നെയാണിത് പറയുന്നത്. ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളത് എഴുതി കാണിച്ചിട്ട് അതങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി പൊളിറ്റിക്കലായിട്ടുള്ള സമൂഹത്തിലൊരു ആൻറ്റഗനൈസ് ചെയ്യുന്ന രീതിയിലത്തേക്ക് 2 വിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടാക്കാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. നിലവിലതാണ് കാണുന്നത്. ഇനി സിനിമ വരുന്ന സമയത്ത് മാത്രമേ അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്നോ അത് ഈ പറയുന്നത് പോലെയാണോ ഇല്ലയോ എന്നുള്ളതിനെപ്പറ്റി അറിയുകയുള്ളൂ. പക്ഷേ ട്രെയിലർ വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഡിവിസീവായിട്ടുള്ള ഒരു അജണ്ടയാണ് എന്ന് മാത്രമേ തോന്നുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പുറകിലേക്ക് പോകാം. കോളേജ് പൊളിറ്റിക്സിൽ ആക്റ്റീവായിരുന്നോ? അല്ല. പക്ഷേ ക്യാമ്പസ് പ്രണയത്തിൽ ആക്റ്റീവായിരുന്നു. പറയൂ. ക്യാമ്പസ് പ്രണയത്തിൽ ആക്റ്റീവായിരുന്നു. ഓക്കെ, ഞങ്ങൾക്ക് ധന്യയെ പരിചയപ്പെടുത്തു. എങ്ങനെയാണ്? ധന്യ എൻ്റെ കൂടെ പോസ്റ്റ് ഗ്രാജുവേഷൻ MSc എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അപ്പോൾ 2002-2004 പീരീഡിലാണ്. അപ്പോൾ അങ്ങനെ ഉള്ള പരിചയമാണ്. ആ പരിചയം പിന്നീട് 2007 ഞങ്ങളുടെ കല്യാണത്തിൽ കലാശിച്ചു. ഓക്കെ, എനിക്കതിൽ തോന്നിയിട്ടുള്ളൊരു കാര്യം, ധന്യയുടെ ഒരു വർത്തമാനം ഞാൻ കേൾക്കുമ്പോൾ ആദ്യമൊക്കെ പേടിയുണ്ട് ഈ ഭീഷണി കോളൊക്കെ വരുമ്പോൾ. പിന്നെ ഞാൻ പറഞ്ഞു ഇതൊക്കെ പറയാൻ ആരെങ്കിലും വേണ്ടേ, അപ്പോൾ ചേട്ടനങ്ങ് പറയട്ടെ എന്നുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇങ്ങനെ വളരെ കോൺഫിഡൻ്റായി പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുക, പുറകിൽ നിന്ന് പറയുന്നില്ല, ഇങ്ങനെ കോൺഫിഡൻ്റായി നമ്മളെ ഒപ്പം നിന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് കുടുംബം ഒരു വ്യക്തിക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്? വളരെ. എൻ്റെ വീട്ടിലെല്ലാവരും അതിന് സപ്പോർട്ടാണ്, എൻ്റെ അമ്മ ഒഴികെ. അമ്മയ്ക്ക് ഇന്നും ഭയമാണ്. അമ്മയ്ക്കിത് താല്പര്യമില്ലാത്ത കാര്യമാണ്. ഇങ്ങനെ പബ്ലിക്കായിട്ട് അങ്ങനെ ഒപ്പീനിയൻ പറയണ്ട, എന്തിനാണ് ഇങ്ങനെ പറയുന്നത്, എന്തിനാണ് ഇങ്ങനെ വിരോധം ഉണ്ടാക്കുന്നത് എന്ന രീതിയിലാണ് അമ്മ ചിന്തിക്കുന്നത്. അത് വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റാണ്. എന്നോടുള്ള താല്പര്യം കൊണ്ടാണ്, സ്നേഹം കൊണ്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ അച്ഛൻ അങ്ങനെയല്ല. അച്ഛൻ വളരെ കാര്യമായിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ആൾക്കാർ ആദ്യം മുതലേ തന്നെ അഭിപ്രായം പറയേണ്ടതാണ്, അഭിപ്രായം പറയുന്നതിന് ആരെയും പേടിക്കേണ്ടതില്ല, നിനക്ക് തോന്നുന്നത് നീ പറയണം എന്ന രീതിയിലാണ്. എൻ്റെ ബ്രദേഴ്സ് അങ്ങനെ തന്നെയാണ്, വൈഫ് അങ്ങനെ തന്നെയാണ്. അവൾ സ്വതവേ ഇങ്ങനെ പറഞ്ഞ പോലെ ഇത്തിരി ഭയവും കാര്യങ്ങളൊക്കെ ആദ്യം ഉണ്ടായിരുന്നതാണ്. പക്ഷേ പിന്നീട് ഈ ഒരു ആറ്റിറ്റ്യൂഡുണ്ട്, അതായത് പറയേണ്ടതാണ്. ഇപ്പോൾ എൻ്റെ മകളാണെങ്കിലും അതേപോലെ തന്നെയാണ്. അപ്പോൾ അതിനകത്തിലൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ആ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പം ഞാനീ പറഞ്ഞ പോലെ അമ്മയ്ക്ക് മാത്രമാണ് അതിനകത്തിലൊരു ബുദ്ധിമുട്ടുള്ളത്, എതിർപ്പല്ല. പക്ഷേ എന്തിനാണ് അങ്ങനെ എന്ന രീതിയിലത്തേക്ക് സംസാരിക്കുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ തുടർച്ചയായിട്ട് ചോദിക്കാനുള്ള ഒരു കാര്യം, മകളുണ്ട്, 11-12 വയസ്സിലാണ്. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ എന്ന നിലയ്ക്ക് നമുക്ക് ഒരു കുഞ്ഞിൻ്റെ അടുത്ത സുഹൃത്തായിരിക്കാൻ സാധിക്കുമോ? നമ്മുടെ ഏറ്റവും നല്ല ഫ്രണ്ടാണ് മകനെന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഒരു കുഞ്ഞിൻ്റെ സുഹൃത്തായിരിക്കാൻ ഒരു രക്ഷിതാവിന് സാധിക്കും? 100% സാധിക്കും. നമ്മൾ പേരൻ്റൽ സ്കിൽ എന്ന് പറയുന്നത് നമ്മൾ അതെടുക്കരുത്, ഇതെടുക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്നുള്ളതല്ല. ആ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത് അവർക്ക് ഫ്രണ്ട്ലി ആയിട്ട്, അവർക്ക് മനസ്സിലാകുന്ന, അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തേക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് പേരൻറ്റിങ് പൂർണ്ണമാകുന്നത്. പണ്ടുണ്ടായിരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മളത് സിനിമ നോക്കിയാൽ തന്നെ മനസ്സിലാകും. പണ്ടത്തെ സിനിമയിൽ ഒരു അച്ഛൻ മകൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും സംഘർഷത്തിൻ്റേതാണ്, അല്ലേ?
അച്ഛനെപ്പോഴും വളരെ കാർക്കശ്യക്കാരനായിട്ടുള്ള ഒരാൾ, മകന് സ്വാതന്ത്ര്യമില്ല, എന്തെങ്കിലും അമ്മയുടെ അടുത്ത് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിച്ചെടുക്കുന്നു. അതിങ്ങനെ നമ്മുടെ നാട്ടിൽ കുറേ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള ചേഞ്ച് നമുക്ക് കാണാം. ഇന്ന് വരുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് കാണിക്കുന്നുണ്ടെങ്കിലും വളരെ കുറവാണ്. ഇന്ന് ലാലു അലക്സ് ഒക്കെ സിനിമകളിൽ അഭിനയിക്കുന്ന അച്ഛൻ കഥാപാത്രങ്ങളുണ്ട്, അതൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്. ഇന്നത്തെ കാലത്തെ പല അച്ഛന്മാരും അങ്ങനെയാണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ടാവും. കാരണം ഒരു പക്ഷേ ഇന്നത്തെ അച്ഛന്മാർ പണ്ടത്തെ ആ മക്കളാണല്ലോ, അപ്പോൾ അവരത് ശരിയല്ല എന്ന് ചിന്തിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ആ ചേഞ്ച് അവർക്ക് നാച്ചുറലി വന്നിട്ടുള്ളതായിരിക്കും. പിന്നെ ഈ തലമുറകളിലുള്ള വ്യത്യാസമുണ്ട്. അച്ഛനും മകളും അല്ലെങ്കിൽ അച്ഛനും മകനും ഒരേ കാര്യം ഗ്രാസ്പ് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഞാൻ ഗ്രാസ്പ് ചെയ്യുന്നതിനേക്കാൾ ഫാസ്റ്റായിട്ട് എൻ്റെ മകൾക്ക് പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു സുപ്പീരിയോറിറ്റി ഒന്നും ഒരാൾക്കും ക്ലെയിം ചെയ്യാനില്ല. പിന്നെ നമ്മളുടെ എക്സ്പീരിയൻസ് കൊണ്ട്, നമ്മുടെ ഒരു അഡീഷണൽ ലോക പരിചയം കൊണ്ട് നമുക്കുള്ള ചില ശരിതെറ്റുകളെ പറ്റിയിട്ടുള്ള ബോധ്യമുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെ നമ്മൾ ഡൂസ് ആൻഡ് ഡോൺസ് ആയിട്ടല്ല കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇത് ഡൂവും ഇത് ഡോണ്ടാണ് എന്ന് കുട്ടിക്ക് അക്സെപ്റ്റബിളായ രീതിയിലത്തേക്ക് മനസ്സിലാകണം. അതിന് നമ്മൾ എങ്ങനെ അത് പറഞ്ഞു കൊടുക്കും? ഇപ്പോൾ എൻ്റെ മകള് ചെറുപ്പം മുതലേ അവൾക്ക് ഭിത്തിയിൽ വരയ്ക്കുന്ന സമയത്ത് ഞാൻ ഓർത്തു എൻ്റെ ഫ്ലാറ്റാണ്, വരച്ചോട്ടെ, എന്താ കുഴപ്പം, ആർക്കെന്താ പ്രശ്നം. ഞാൻ പറഞ്ഞിരുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, നീ ഇവിടെ വരച്ചോ, പക്ഷേ നാട്ടിൽ പോകുമ്പോൾ നമ്മുടെ വീട്ടിലോ വേറൊരു വീട്ടിൽ പോകുന്ന സമയത്ത് അവിടെ ക്രയോൺസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെയ്യാൻ പാടില്ല, ഇവിടെ നിനക്കാവാം. അപ്പോൾ ഈ ബ്ലാങ്കറ്റ് ബാൻ അല്ല, ഓക്കെ ഇതിൽ ചെയ്യാം, മറ്റിടത്ത് പാടില്ല. അടുത്ത ഒരു സ്റ്റെപ്പായിട്ട് ഞാൻ അവരോട് പറഞ്ഞത്, നീ ഇവിടെ വരച്ചോ, പക്ഷേ നമ്മുടെ ഫർണിച്ചറിൽ വരയ്ക്കരുത്. ഭിത്തിയിൽ വരച്ചോ കുഴപ്പമില്ല, ഫർണിച്ചറിൽ വരയ്ക്കരുത്, ഡോറിൽ വരയ്ക്കരുത്, ഡോറിൻ്റെ ഫ്രെയിമിൽ വരയ്ക്കരുത് എന്ന് പറഞ്ഞു. കാരണം അത് പിന്നീട് കുറച്ച് ബുദ്ധിമുട്ടാണ് അതിൽ നിന്ന് മാറ്റിക്കളയാൻ. ഇത് അച്ഛ പെയിൻറ്റ് ചെയ്യിപ്പിച്ചോളാം. ഇതുവരെ ഓക്കെയാണ്. അവൾ അടുത്ത് ഫർണിച്ചറിലൊന്ന് വരച്ചു എന്നിരിക്കട്ടെ, കുഞ്ഞല്ലേ, അതിനെ എങ്ങനെയാവും ഡീൽ ചെയ്യുക? അച്ഛ പറഞ്ഞിരുന്നു, എന്തിനാ ഇത് വരച്ചേ, ഇങ്ങനെ വരയ്ക്കാൻ പാടുണ്ടോ, ഇനി അച്ഛയ്ക്ക് എന്ത് പാടാണ് ഇതിലുള്ളത് എന്ന് തോന്നുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടിനെ പറ്റി ഒരു ഇമോഷണലി മനസ്സിലാവും. അതല്ലാതെ നിന്നോട് ആരാ പറഞ്ഞ ഇവിടെ വരയ്ക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശിക്ഷയാണ്. പക്ഷേ ഞാനത് ഇമോഷണലി കണക്ട് ചെയ്യാനായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അച്ഛയ്ക്കൊരു വിഷമം ഉണ്ടാകുന്ന കാര്യം ഞാൻ ചെയ്യരുത് എന്നേ ചിന്തിക്കത്തുള്ളൂ. കാരണം അച്ഛൻ എനിക്ക് ഈ സ്വാതന്ത്ര്യം തരുന്നുണ്ട്, എന്നോട് ബ്ലാങ്കറ്റ് ബാൻ ഒന്നിനുമില്ല, അങ്ങനെയാണ്, ആ രീതിയിലത്തേക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് അങ്ങനെ പറയേണ്ടി പോലും വന്നിട്ടില്ല. അതായത് ഇതിൽ വരച്ചിട്ട് പോലുമില്ല, വരച്ചാലും ഞാൻ അങ്ങനെ അത് നോക്കുകയുള്ളൂ, പക്ഷേ ആ രീതിയിൽ പോലും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഗ്രോയിങ് അപ്പ് ഒരു സമയത്ത് ഇതിൽ വരയ്ക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഈ പ്രായത്തിൽ തന്നെ കുട്ടിക്ക് തന്നെ ഉണ്ടാവും. അന്നേരം ഇത് മൊത്തം തന്നെ നിർത്തും. ഇപ്പോൾ എൻ്റെ വീട്ടിൽ അതിന് ശേഷം പെയിൻ്റ് അടിച്ചപ്പോൾ അതിന് തലേ ദിവസം വരെ വരച്ചുകൊണ്ടിരുന്ന ആൾ അതിന് അടുത്ത ദിവസം പോലെ സ്വിച്ചിട്ട പോലെ സ്റ്റോപ്പ് ചെയ്തു. ഇല്ല, അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ അച്ഛാ എനിക്കൊരു ബോർഡ് വേണം, ഞാൻ ബോർഡിൽ വരച്ചോളാം എന്ന് പറഞ്ഞു. ബോർഡിൽ വരയ്ക്കാൻ തുടങ്ങി. പിന്നെ അതിന് ശേഷം അവളെ ആർട്ട് ക്ലാസ്സിൽ ചേർത്തു. അപ്പോൾ ഈ വര എങ്ങനെ പോകും? അപ്പോൾ അല്ലാതെ എല്ലാ കാലവും അങ്ങനെയല്ല. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഇതൊരു ചെറിയ എക്സാമ്പിളാണ്, ഓരോ കാര്യവും അങ്ങനെയാണ്. അതെ, അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ഈ ലഹരിയെക്കുറിച്ചൊരു ചർച്ച നടക്കുമ്പോൾ എനിക്കൊന്നും ശ്രീത്ത് പറയുന്നുണ്ട്, എല്ലാം ഇങ്ങനെ സിസ്റ്റത്തിനും സർക്കാരിനും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ലഹരി കുട്ടിയെ എത്താതിരിക്കാൻ കുടുംബത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പം ലഹരിയുടെ ഉപയോഗം ആയിക്കോട്ടെ, ചിലപ്പോൾ ഒന്ന് രസത്തിനായിരിക്കും, അല്ലെങ്കിൽ ചില നിഗൂഢമായ പ്രണയങ്ങളോ അങ്ങനെയൊക്കെ ആയിക്കോട്ടെ, ഇതൊക്കെ മറച്ചു വെക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാകും. എങ്ങനത്തെ ഒരു പാരൻറ്റിങ് സ്റ്റൈൽ സ്വീകരിച്ചാൽ ഇവർ നമ്മളോട് ഒപ്പടപ്പാവും, ഇവരിതിലേക്ക് പോകില്ല? നോക്കൂ, ഇതിൽ മനുഷ്യരുടെ മാനുഷികമായിട്ടുള്ള വികാരങ്ങളെല്ലാം കുട്ടികൾക്കും ഉണ്ടാകും, അല്ലേ? ഇപ്പോൾ ചെറിയ പ്രായത്തിൽ പ്രണയം തോന്നുന്ന കുട്ടികളുണ്ട്, അല്ലേ? നമ്മളതിനെ എങ്ങനെ ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, അങ്ങനെ ഉണ്ടായിട്ടുള്ള ആൾക്കാരുണ്ട്. അതേപോലെ തെറ്റായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി, ഇതൊക്കെ നാച്ചുറലായിട്ട് ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ടെൻഡൻസിയാണ്. അത് വലിയ ആൾക്കാർക്ക് മാത്രമല്ല, ചെറിയ ആൾക്കാർക്കും അതുണ്ടാകുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഉണ്ടാവാതിരിക്കുക എന്ന രീതിയിലത്തേക്ക് കാണുന്നതിന് നമ്മുടെ പഴയ തലമുറയിലുള്ള ആൾക്കാർ എന്താ ചെയ്യുക? ഫാമിലി ബോണ്ടിങ് അത്രത്തോളം ശക്തമായിരിക്കും. അപ്പോൾ ഫാമിലിയിൽ ആരോടെങ്കിലും ഇതിനെപ്പറ്റി തുറന്ന് പറയാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. പണ്ട് ഈ കൂട്ടുകുടുംബവും കാര്യങ്ങളൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ കസിൻസും മറ്റേത് മറിച്ചതൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ആ ഒരു നെയ്ബർഹുഡിൽ തന്നെ ഉണ്ട്, അവരോട് സംസാരിക്കും. അപ്പോൾ അതിൽ കുറച്ചുകൂടെ റൈറ്റിയസ് ആയിട്ടുള്ള ഒരാൾ ചിലപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യും, ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് പറയും, ഇതൊക്കെ അറിയാൻ പറ്റും. അതല്ലാതെ ഇന്നത്തെ കാലത്ത് വരുമ്പോൾ ഉള്ള കുഴപ്പം എല്ലാവർക്കും ജോലിയുണ്ട്, അതിന് കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സർവൈവ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ വീട്ടിലെല്ലാവരും ചിലപ്പോൾ ജോലി ഉണ്ടെന്ന് സാഹചര്യമുണ്ട്. അപ്പോൾ അതിന് ആൾക്കാർ പോകുന്നുണ്ട്. സിബ്ലിങ്സ് ചിലപ്പം ഉണ്ടാകണമെന്ന് പോലും നിർബന്ധമില്ല. പല വീട്ടിലും ഒറ്റക്കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടി ഏതോ സമയത്ത് സ്കൂളിൽ പോകുന്നു, ചിലപ്പോൾ 3 മണിക്ക് തിരിച്ചു വരുന്നു, പേരൻസ് അവിടെ ഇല്ല. അടുത്ത 2 മണിക്കൂർ 3 മണിക്കൂർ ഈ കുട്ടി എന്ത് ചെയ്യുമെന്നറിയില്ല. വീട്ടിൽ ചിലപ്പോൾ ഒരു മെയ്ഡ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മെയ്ഡ് അവിടെ നിന്ന് പോയിട്ടുണ്ടാകും. അടുത്ത സമയം ഈ കുട്ടി ഇൻ്റർനെറ്റിൽ എന്ത് കാണുന്നു, ടി വിയിൽ എന്ത് കാണുന്നു, പഠിക്കുകയാണോ, ആരെങ്കിലും ഫ്രണ്ട്സ് വീട്ടിൽ വരുന്നുണ്ടോ, ഈ കാര്യത്തിനെപ്പറ്റി പേരൻസ് ബോധേഡാകണം.
അതല്ലാതെ ഇരുന്നിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ കുട്ടിക്ക് എല്ലാ സ്വാതന്ത്ര്യവും അനുവദിക്കുന്ന നല്ല ഐഡിയൽ പേരൻ്റാണ് എന്ന് പറഞ്ഞതിൽ ഒരു കാര്യമില്ല. നമ്മൾ അറിയേണ്ടുന്ന കാര്യങ്ങൾ അറിയണം. അവിടെ മാത്രമേ നമുക്ക് തിരുത്തൽ വരുത്താൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻഷുർ ചെയ്യുന്ന ഒരു കാര്യം, എൻ്റെ മകൾ സ്കൂളിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഓരോ ദിവസവും ഞാൻ ഇവിടെ ഉണ്ടെങ്കിലും ഞാൻ പുറത്താണെങ്കിലും എൻ്റെ മോള് സ്കൂളിൽ ഹൗ വാസ് യുവർ ഡേ, ഈ കാര്യത്തിനെപ്പറ്റി ഞാൻ ചോദിക്കും. എഡ്യൂക്കേഷനെ പറ്റി ചോദിക്കും. ഫ്രണ്ട്സുമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ചോദിക്കും. എനിക്കൊന്ന് മേ ബി അവരുടെ ക്ലാസ്സിലൊരു 4-5 ആൾക്കാരുടെ പേര് ചിലപ്പോൾ എനിക്ക് ഫെമിലിയർ ആയിരിക്കത്തില്ല. ബാക്കിയുള്ള എല്ലാവരെ പറ്റി അറിയാം. അവരുടെ ക്യാരക്ടർ മാപ്പിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനായിട്ട് അറിയാം. ഇവരുടെ അടുത്ത സുഹൃത്തുക്കൾ ആരാണെന്നറിയാം. അവരുടെ ഇൻട്രസ്റ്റ് എന്താണെന്നറിയാം. അപ്പോൾ അതൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ്. ആ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കുട്ടിയുടെ പുറത്ത് നമുക്ക് ആ ഒരു കൺട്രോൾ ഉണ്ടാകാൻ നമുക്കതിന് അധികാരമുണ്ട്. കാരണം നമ്മുടെ കുട്ടി എന്തെങ്കിലും പ്രശ്നം കാണിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്വം നമുക്കല്ലേ. ഇപ്പോൾ എൻ്റെ കുട്ടി ആരുടെ അടുത്തെങ്കിലും കല്ലെടുത്ത് എറിഞ്ഞ് ചില്ല് പൊട്ടിച്ച് കഴിഞ്ഞാൽ അവരൊന്നും കുട്ടിയോടല്ലല്ലോ, എന്നോടല്ലേ ചോദിക്കുന്നത്. അപ്പോൾ വളർത്തുദോഷം എന്ന് നമ്മൾ പറയും. ഞാൻ പറഞ്ഞാൽ വളർത്തുദോഷം ഈസ് എ റിയാലിറ്റി. അപ്പം നമ്മളതിന് ശരിയായ രീതിയിലത്തേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് ചെയ്യേണ്ടത്, ഇതല്ല ഇത് ചെയ്യരുത് എന്നുള്ള രീതിയിലത്തെ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് സംഭവം അല്ല ചെയ്യേണ്ടത്. മറിച്ച് അത് അവർക്ക് തോന്നണം. ഇപ്പം എനിക്ക് തോന്നുന്നുണ്ടോ ഇവിടെ പിന്നെ കല്ലെടുത്ത് എറിഞ്ഞിട്ട് പോകാൻ എനിക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അതെൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് നീ എങ്ങും കല്ലെടുത്ത് എറിയരുതെന്ന് പറഞ്ഞിട്ടല്ല. അത് ശരിയല്ല എന്നൊരു ബോധമാണ്. ആ ബോധമാണ് വാല്യൂ. ഇത് കുട്ടികളിലേക്ക് കൊണ്ടുവരുന്നതിന് പല കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യും. അതായത് അവരുടെ എനർജി ചാനലൈസ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ട് അവർക്കുള്ള താല്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ കുട്ടി നന്നായിട്ട് പാടുമായിരിക്കും, ചിലപ്പോൾ നന്നായിട്ട് കളിക്കുമായിരിക്കും, ചിലപ്പോൾ നന്നായിട്ട് വരയ്ക്കുമായിരിക്കും, ചിലപ്പോൾ കുട്ടി നന്നായിട്ട് എഴുതുമായിരിക്കും, ചിലപ്പോൾ കുട്ടിക്ക് ഭക്തി ഉണ്ടായിരിക്കും, പല കാര്യങ്ങളുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞത് ഇതെല്ലാം അവരുടെ എനർജി സ്പെൻഡ് ചെയ്യാനുള്ള ചാനൽസാണ്. ആ കുട്ടിയുടെ ഇൻട്രസ്റ്റ് എവിടെയാണോ അത് പ്രോത്സാഹിപ്പിക്കുക. അൺലിമിറ്റഡ് എനർജിയാണ് കുട്ടികൾക്ക്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ക്ഷീണിക്കും. പക്ഷേ കുട്ടിക്ക് ഒരു ആക്ടിവിറ്റി കഴിഞ്ഞാൽ അടുത്തതിലേക്ക് സ്വിച്ച് ചെയ്ത് ഇങ്ങനെ പോകാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മളും ചെറുപ്പകാലത്ത് അങ്ങനെയായിരുന്നു അല്ലേ. നമുക്ക് 4 മുതൽ 6 വരെ കളിച്ചതിന് ശേഷം വന്ന് കുളിച്ച് പഠിക്കണമെങ്കിൽ ഒന്നും നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇന്നാണെങ്കിൽ നമുക്ക് ക്ഷീണമാണ്. എന്തെങ്കിലും ഒരു പരിപാടി, ഓഫീസിൽ ഒരു അരമണിക്കൂർ മീറ്റിംഗ് കഴിയുമ്പോഴത്തേക്ക് ക്ഷീണമായി. ഞാൻ പറഞ്ഞത് ഇതില്ലാത്ത ഒരു അൺലിമിറ്റഡ് എനർജി ഉള്ള ഒരു കാലമുണ്ട്. ആ കാലത്ത് ആ എനർജി യൂട്ടിലൈസ് ചെയ്യണം. ആ എനർജി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോഴാണ് ഒരു പക്ഷേ ഈ മോശമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നതും ആ എനർജിയെ തന്നെ നശിപ്പിച്ച് കളയുന്ന രീതിയിലത്തേക്ക് മറ്റ് ലഹരിക്കും കാര്യത്തിനുമൊക്കെ പോകുന്നതും. ഇന്നത്തെ സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ ഇത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് സംവിധാനം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, സിസ്റ്റം, എൻഫോഴ്സ്മെൻറ്റ്, ഗവൺമെൻറ് ഇവരൊക്കെ ഇടപെടേണ്ടുന്നത് ഇതിൻ്റെ വ്യാപനം തടയാനുള്ള മാർഗ്ഗങ്ങളും ഇതിൻ്റെ കാര്യങ്ങൾ കട്ട് ചെയ്യാനും. അവർ ബോധവൽക്കരണം മാത്രം നടത്തിക്കൊണ്ട് ഒരു കാര്യമില്ല. അവർ എൻഫോഴ്സ്മെൻറ്റ് ചെയ്യണ്ടേ. ബോധവൽക്കരണം എന്ന് പറയുന്ന സാധനം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യണം, ഫാമിലി ചെയ്യണം. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇത് കാണുന്നതിനകത്ത് ഒരു പേരൻ്റെങ്കിലും എൻ്റെ കുട്ടിയുടെ 5 ഫ്രണ്ട്സ് 10 ഫ്രണ്ട്സ് അവരുടെ ക്യാരക്ടർ എനിക്കറിയുമോ? ഇതിലേത് കുട്ടിയുമായിട്ടുള്ള കൂട്ടുകെട്ടാണ് എനിക്ക് താല്പര്യമുള്ളത്, ഇല്ലാത്തത്? എൻ്റെ കുട്ടി ക്ലാസ്സിൽ എത്രാമത്തെ ബെഞ്ചിൽ എത്രാമതാണ് ഇരിക്കുന്നത്? അവളുടെ അടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെയാണ്? ഈ കാര്യങ്ങളെപ്പറ്റിയൊക്കെ എത്ര പേർക്കറിയാം? വെറുതെ അറിഞ്ഞിട്ടല്ല, ഓൺ എ ഡേ ടു ഡേ ബേസിസ്. കുട്ടിക്ക് കഴിഞ്ഞ തവണ എത്ര മാർക്കുണ്ടായിരുന്നു? ഏത് വിഷയത്തിലാണ് എൻ്റെ കുട്ടി വീക്ക്? എന്തുകൊണ്ടാണ് വീക്ക്? ഞാനതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ എന്ത് ചെയ്തു? അവളുടെ ഏതെങ്കിലും ഒരു കൺസേണോട് അഡ്രസ്സ് ചെയ്യാതെ കിടക്കുന്നുണ്ടോ? ഈ കാര്യങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിച്ച് നോക്കണം. അതില്ലാതെ കുട്ടി അതിന് പോയി എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല. ആ ഫാമിലിയിൽ എന്തോ പ്രശ്നം ഉണ്ടാവും. അല്ലാതെ ഞാൻ എല്ലാ സ്വാതന്ത്ര്യം കൊടുക്കുന്ന പേരൻ്റാണെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണും. അതൊന്നും പേരൻറ്റിങ്ങേ അല്ല. മറിച്ച് നമ്മൾ സുഹൃത്തുക്കളായിരിക്കുക എന്ന് പറയുന്നത് കുട്ടിക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം. നമ്മുടെ നാട്ടിലെ പല കുട്ടികളും ചെറിയ പ്രായത്തിൽ 10-15 വയസ്സിൽ ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി സൂയിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ത് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത പ്രശ്നം ഉണ്ടായിട്ടാണ് 8ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തത്. ഞാൻ പറഞ്ഞത് അങ്ങനെ ജീവിതം അവസാനിപ്പിക്കാൻ പറ്റുന്ന രീതിയിലത്തേക്ക് ലഘുവായിട്ട് കാണാൻ പറ്റുന്ന ഒന്നാണ് ജീവിതം. അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ലോകം തകർന്നു എന്ന രീതിയിലത്തേക്ക് ചിന്തിക്കാൻ ഒരു കുട്ടിക്ക് പറ്റുന്നുണ്ടെങ്കിൽ, അവനത് ഒരാളിനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ടെന്നാണ്. ഇതിനപ്പുറം എനിക്ക് സ്റ്റോപ്പേ ഉള്ളൂ, അതിനപ്പുറം എനിക്ക് കാഴ്ചയില്ലാതായി പോകുന്നത്. ഞാൻ ആരോടെങ്കിലും സംസാരിക്കാൻ പറ്റില്ല. എനിക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു സുഹൃത്തോ, എനിക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന എൻ്റെ ഫാമിലിയിലെ ഒരാളോ, എൻ്റെ ടീച്ചറോ, എൻ്റെ നെയ്ബറോ, എൻ്റെ ആരെങ്കിലും എനിക്ക് വേണ്ടേ? അതില്ല എന്ന് വെച്ചാൽ നമ്മൾ അതിനുള്ള ഒരു ഇക്കോസിസ്റ്റം ആ കുട്ടിക്ക് കൊടുത്തില്ല എന്നാണ് നമ്മളാണ് പരാജയപ്പെടുന്നത്. ആ കുട്ടിയല്ല. ആ പ്രായത്തിലുള്ള ഒരു കുട്ടിയുടെ ജഡ്ജ്മെൻറ്റിനെ ഒന്നും നമ്മൾ പോയിരുന്ന് നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടത് കാര്യമില്ല. അതിൻ്റെ ലോകം അതായിരുന്നു. ആ ലോകം വലുതാണെന്ന് ബോധിപ്പിക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ ആസ് എ പേരൻറ്റ് നമ്മുടെ പരാജയമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന എല്ലാ സൂയിസൈഡുകളിലും ഞാൻ കരുതുന്നത് ഇത് ബ്ലെയിം ചെയ്യുകയല്ല, പക്ഷേ ആ ഫാമിലിക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അതില്ലാതെ വരുന്നതുകൊണ്ട് അത് സംഭവിക്കുന്നത്. സമയപരിമിതി മൂലമാണ് ഞാനിത് നിർത്തുന്നത്. ഒരുപാട് സംസാരിക്കാനുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. എങ്കിലും ഞാൻ പറയട്ടെ, ഇതുവരെ സംസാരിച്ചതിൽ വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ളൊരു ടോക്കായിരുന്നു. ഭരണഘടന ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. അതുപോലെ മറ്റൊരാൾക്ക് ഹാനി വരുന്ന ആചാരങ്ങൾ മാറ്റപ്പെടട്ടെ. ഇതൊക്കെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.